വന്ദനായ കർത്താവിൻ്റെ ധന്യനാമം ഈ അനുഗ്രഹീത രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്ത് പാരമ്പര്യവും ആത്മീക അനുഭവങ്ങൾക്ക് ഈ ദേശത്ത് വ്യക്താക്കളായി നിൽക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സെൻറ്ററിൻ്റെ 97ാമത് കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ഈ യോഗം പ്രിസൈഡ് ചെയ്യുന്ന ബഹുമാന്യ കത്തുദാസ് പാസ്റ്റർ രാജൻ കെ മാത്യു അവറുകൾ ഈ സെൻറ്ററിൻ്റെ ഉപാധ്യക്ഷനാണല്ലോ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമുഖ സന്ദേശത്തിലൂടെ ആത്മീക സമൂഹത്തെ പ്രബോധിപ്പിച്ച് യോഗം കർത്തൃകരങ്ങളിൽ സമർപ്പിച്ച ഈ സെൻറ്ററിന് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുന്ന കർത്തൃദാസൻ പാസ്റ്റർ കെ വി പൗലോസ് അവറുകൾ, ഈ സെൻറ്ററിന് ഏറ്റവും ദീർഘകാലം ആത്മീക നേതൃത്വം നൽകിയ ബഹുമാന്യ കത്തുദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ അവറുകൾ, ഡോക്ടർ ജേക്കബ് വർഗീസ് അവറുകൾ, സെൻട്രൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ അനിൽ കുര്യാക്കോസ് അവറുകൾ, ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ മാത്യൂസ് കിങ്ങിണിമറ്റം, ട്രഷറായിരിക്കുന്ന പ്രിയ അച്ചയൻ, അതുപോലെ ഈ വേദിയിലായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം വളരെ വിലമതിക്കുന്നു. ഒത്തിരി സ്നേഹിക്കുന്ന, പരിചയമുള്ള, ആത്മബന്ധമുള്ള അനവധി കർത്തൃദാസന്മാർ ഇന്ന് രാത്രി വേദിയിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇവിടെയുള്ള ദൈവസഭയുടെ ശുശ്രൂഷകനായ പ്രിയ സജിമോൻ പാസ്റ്റർ, എൻ്റെ സഹപാഠിയായ പ്രിയ കത്തുദാസൻ പാസ്റ്റർ ഡിനോ തുടങ്ങിയുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞാൽ അത് ഒത്തിരി ദീർഘമാകുന്നത് കൊണ്ട് മുഖരോഗികൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കത്തുദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോമറ്റ് ജോൺസൻ്റെ നേതൃത്വത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, അവരെല്ലാവരും എനിക്ക് വളരെ പ്രിയരാണ്. നിങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സമൂഹം, ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ശബ്ദസീമകളിൽ ഞങ്ങളെ വീക്ഷിക്കുന്നവർ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് രാത്രിയും നിങ്ങളുടെ ഈ പ്രൗഢഗംഭീരമായ സദസ്സിന് മുമ്പിൽ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന അവസരം ഒരു ഭാഗ്യപദവിയായി കരുതി കർത്താവിന് എല്ലാ മഹത്വവും ഇന്ന് രാത്രി ഞാൻ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ പക്കൽ നൽകിയ ഒരു ആത്മീക ചിന്തയിലേക്ക് വേഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ ഒരുമിച്ച് വായിക്കാൻ താല്പര്യപ്പെടുന്നത് റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കുന്നത് റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി തിരുവെഴുത്തുകളുടെ മുമ്പിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ദൈവശബ്ദത്തിന് മുമ്പിൽ ഏറ്റവും ഗൗരവമായിട്ട് നമുക്ക് സമർപ്പിക്കാം. റോമാലേഖനത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു ആത്മീക ചിന്തയുടെ മുമ്പിലാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. റോമാലേഖനം എന്നത് അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഏറ്റവും ഗൗരവ പ്രാധാന്യമുള്ള ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ഈ റോമാലേഖനത്തിൻ്റെ ഫീഡ്ബാക്ക് ഒരിച്ചിലൂടെ തിരിച്ച് തരണേ. റോമാലേഖനത്തിൻ്റെ ഏറ്റവും ഗൗരവമായ ആത്മീക ചിന്തകൾ, ഒത്തിരി ദൈവശാസ്ത്ര പ്രമേയങ്ങൾ അടുക്കും ചിട്ടയോടും കൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ തിരുവെഴുത്തിനകത്ത് രക്ഷാപരമായ ഗംഭീരമായ പ്രയോഗങ്ങൾ അടുക്കും ചിട്ടയോടും കൂടെ അവതരിപ്പിക്കുന്ന ഒരു ലേഖനമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ ലേഖനത്തെ സവിസ്തരമായി പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി എന്നൊരു വിഷയം ഏറ്റവും ഗംഭീരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതി പാപിയോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ നീതി യഹൂദനോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ നീതി ദൈവസഭയോടുള്ള ബന്ധത്തിൽ, അങ്ങനെ ദൈവനീതിയുടെ ഒരു സവിസ്തരമായ അവതരണം തന്നെ പൗലോസിനോട് പുറത്തു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ അനവധി ദൈവശാസ്ത്ര പ്രമേയങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗൗരവമായ ദൈവശാസ്ത്ര പ്രമേയങ്ങൾ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഏകീകരണം, ദത്തെടുപ്പ്, പുത്രത്വം, ദൈവ കുടുംബം, ദൈവിക പദവികൾ, എസ്കറ്റോളജിക്കൽ ആസ്പെക്റ്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാവികാല ആസ്പെക്റ്റുകൾ പങ്കുവെക്കുന്നത് എന്നുവേണ്ട ഒട്ടനവധി ആത്മീക ചിന്തകൾ ഉൾനട്ടിരിക്കുന്ന ഗൗരവ പ്രാധാന്യമുള്ള ഒരു ലേഖനമാണ് ഈ റോമാലേഖനം എന്ന് പറയുന്നത്. അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം ഒരുപക്ഷെ ഈ 2 വാക്യങ്ങൾ നമ്മൾ ഒട്ടനവധി പ്രാവശ്യം കേട്ടിട്ടുള്ളതും നമ്മുടെ
ഓർമ്മകൾക്കകത്ത് തങ്ങി നിൽക്കുന്നതും അനവധി പ്രസംഗങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്നതുമൊക്കെയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവം എൻ്റെ മനസ്സിൽ സംസാരിച്ച ഒരു വ്യത്യസ്ത തലങ്ങളിൽ ഇന്ന് രാത്രി നമ്മൾ ആ വേദഭാഗത്തുള്ള ബന്ധത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവ സാന്നിധ്യ ബോധത്തോടെ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ തിരുവെടുത്ത് നമ്മോട് സംസാരിക്കും. അങ്ങനെ ബോധ്യമുള്ളവർ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്കരങ്ങളൊന്ന് സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിക്കുന്ന രാത്രിയാണ്. ദൈവശബ്ദം നമ്മുടെ അന്തരാത്മാവിനെ ഉറപ്പിക്കുന്ന രാത്രിയാണ്. കാരണം ഈ 12-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത നമുക്ക് മുമ്പിൽ ഒരു പുതുക്കമേറിയ ജീവിതത്തിൻ്റെ വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നിടുകയാണ്. ഞാനതിനെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ആൻ ഔട്ട്ലൈൻ ഫോർ ബ്രേക്കിംഗ് ദ വേൾഡ്സ് മോൾഡ്. ഈ ലോകം ഒരുക്കി വെച്ച അച്ചിനെ പൊളിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യത ഇടുന്ന അധ്യായമാണ് ഈ 12-ാമത്തെ അധ്യായം എന്ന് പറയുക. ലോകം ഒരുക്കി വെച്ച ജഡത്തിൻ്റെ അച്ചിനെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ദൈവഹൃദയം നമ്മുടെ ലൈഫിനകത്ത് എങ്ങനെ വെളിപ്പെടണമെന്നും ക്രിസ്തു കേന്ദ്രീകൃതവും ക്രിസ്തു അനുരൂപ്യവുമായ ഒരു ആത്മീയത എങ്ങനെ നയിക്കാൻ കഴിയുമെന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു 2 വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ആമുഖമായിട്ട് ഇവിടെ വായിക്കുവാനിടയായത്. ഒരു 2-3 പദങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ആരെയും അടിച്ചേൽപ്പിക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവവ്യാപിയാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്, അവിടുന്ന് സ്വയം സ്ഥിതനാണ്, അവിടുന്ന് സത്തമനാണ്. അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ ഒരു മനുഷ്യനും അവന് ചിന്തിക്കുന്നതിനേക്കപ്പുറത്താണ്. എന്നിരുന്നാൽ തന്നെയും ദൈവം ആരെയും അടിച്ചേൽപ്പിക്കുന്ന ദൈവമല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പാകത്തിന് സ്വാതന്ത്ര്യവും അവസരവും കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സന്ദേശം ലോകത്തിന് മുമ്പിൽ വെച്ചു തരുന്നത് ഏതെങ്കിലുമൊക്കെ മതസംഹിതകൾ പോലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു വാളും വെച്ച് ഈ വിശുദ്ധ സൂക്തങ്ങൾ പങ്കുവെക്കാതിരുന്നാൽ വെട്ടിക്കളയുമെന്ന് പറയുന്ന ആയുധങ്ങളുടെ അകമ്പടിയോടെ ലോകത്തെ മിലിറ്റൻ പവർ കൊണ്ട് കീഴടക്കിയ ഒന്നിനെ അല്ല ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നത്. തികഞ്ഞ സ്നേഹത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം ഉയർത്തിപ്പറയുമ്പോൾ അത് അന്തരാത്മാവിൽ തുടിക്കപ്പെടുന്ന, ആഴത്തിൽ പരിവർത്തനം വരുത്തുന്ന, ആ ബോധ്യം വന്നവർ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവം അവസരങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം സാധ്യതകൾ നൽകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മനുഷ്യർക്ക് മുമ്പിൽ ചോയ്സ് കൊടുക്കുന്ന ദൈവമാണ്. ആർക്കും നിർബന്ധമില്ല. പക്ഷേ മനസ്സോടെ ഒരുവൻ ഇതിനെ സ്വീകരിക്കാൻ മനസ്സു കാണിച്ചാൽ, ആ കൃപ അവൻ വിശ്വാസത്താൽ അനുഭവിക്കാൻ മനസ്സ് കാണിച്ചാൽ, അവൻ്റെ ചരിത്രവും അവൻ്റെ ഗതിയും അവൻ്റെ മുഴുവൻ മേഖലകളിലും മാറ്റിമറിക്കാൻ അധികാരമുള്ള ഒരു മെസ്സേജാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ സന്ദേശമെന്ന് അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, എൻ്റെ ചരിത്രത്തിനകത്ത് പുത്തനേട് എഴുതിയത് ഒരു തിരഞ്ഞെടുപ്പ് ഞാൻ നടത്തിയതും അതെന്നെ സ്വാധീനിച്ചതും അതെൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയതുമാണെന്ന് അകത്തുറപ്പുള്ളവർ ഇന്ന് രാത്രിയുണ്ടെങ്കിൽ ഏറ്റവും ധൈര്യത്തോടെ അല്പനിമിഷങ്ങൾ അക്കരങ്ങൾ ചേർത്തടിച്ച് ഇന്ന് രാത്രി ആ രാജാവിന് നന്ദി കൊടുത്തിട്ട് പറ: എൻ്റെ അന്തരാത്മാവിനെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കപ്പെട്ട എൻ്റെ ചരിത്രത്തിന് പുത്തനേട് വരുത്തിയ ഒറ്റ നാമം ഇന്ന് രാത്രി യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ലഭിക്കപ്പെട്ട പുതുജീവിതമാണ്. ജീസസ് നമ്മുടെ ദൈവം സ്വാതന്ത്ര്യങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് ചോയ്സ് നൽകുന്ന ദൈവമാണ്. 2 ചോയ്സാണ് ഈ 2 വാക്യത്തിനകത്ത് നൽകുന്നത്. ഒന്ന്, കൺഫോം ആകാനുള്ള ഒരു ചോയ്സ് നമുക്ക് നൽകുന്നു. 2, അനുകരിക്കാനുള്ള ഒരു ചോയ്സ് നമ്മുടെ മുമ്പിൽ നൽകുന്നു. ഒന്നാമത്തെ ചോയ്സ് കൺഫോം ആകാൻ വേണ്ടി, അനുരൂപപ്പെടാനൊരു സാധ്യത നമ്മുടെ മുമ്പിൽ ഇട്ട് തരിക. 2ാമത്തെ കാര്യം, അനുകരിക്കാൻ, അനുധാവനം ചെയ്യാൻ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ ഇട്ട് തരിക. 2 സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ തരുന്നത്. ഒന്ന്, അനുരൂപപ്പെടാൻ ഒരു സാധ്യത. 2, അല്ലെങ്കിൽ പുതുക്കി
ചേർക്കപ്പെടാൻ ഒരു സാധ്യത. 2 അനുകരിക്കാൻ, കൂടെ ചേരാൻ, കൂടെ വസിപ്പാൻ, കൂടെ നടക്കാൻ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ ഇട്ട് തരിക. ഈ 2 വാക്യങ്ങൾ അതാണ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. 5 രീതിയിൽ ഈ വാക്യത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് എനിക്ക് കൊണ്ടുവരുവാൻ കഴിയും. 5 പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. 1, ഓഫർ അവർ ബോഡീസ്, നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കുക. ഇത് കേവലം ഒരു ശരീരമോ ഒരു ആന്തരിക ഭാഗമോ മാത്രമല്ല. ഡെലിവറിങ് ബോത്ത് ദ ഇന്നർ ആൻഡ് ഔട്ടർ സെൽഫ് ഇൻ ടു ഗോഡ്സ് കൺട്രോൾ. ദൈവത്തിൻ്റെ പരമാധികാരത്തിലേക്ക് നമ്മുടെ ബാഹ്യവും ആന്തരികവുമായത് ദൈവത്തിൻ്റെ പരമാധികാരത്തിനകത്ത് സമർപ്പിക്കുന്ന ഒരു ലൈഫാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തനിമ എന്നത് അല്പമെന്തെങ്കിലും കൊടുക്കുന്ന, അല്പമെന്തെങ്കിലും ഓഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഓഫർ ചെയ്യുന്ന ഒരു ലൈഫല്ലിത്. മറിച്ച് ഇനി ഞാനില്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന, എന്നെ മുഴുവനായി, എൻ്റെ ചിന്തകളെ മുഴുവനായി, എൻ്റെ ഇച്ഛകളെ മുഴുവനായി, എൻ്റെ വികാരങ്ങളെ മുഴുവനായി, എൻ്റെ വിചാരങ്ങളെ മുഴുവനായി ആ പരമാധികാരത്തിന് കീഴിൽ കൊടുക്കുന്നൊരു ജീവിതമാണ് ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ. അവിടെ എന്നെ തന്നെ ഓഫർ അവർ ബോഡീസ് എന്ന് പറയുമ്പം ലിറ്ററലി കാണുന്നൊരു ശരീരം മാത്രമല്ല, ഞാൻ എന്ന വ്യക്തിയെ പരിപൂർണമായി കർത്താവിൻ്റെ മുമ്പിലേക്ക് ഓഫർ ചെയ്ത് കൊടുക്കുക. 2ാമത്തെ ആ ഭാഗം പറയുന്ന ചിന്ത, ബീയിങ് എ നോൺ കൺഫോമിസ്റ്റ്. ഈ അനുരൂപപ്പെടാതെ, അനുരഞ്ജനത്തിന് വിധേയരാകാത്തൊരാത്മീയത നമുക്കുണ്ടാകേണ്ടതിന് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഇത് അനുരഞ്ജനത്തിൻ്റെ ലോകമാണ്, ഡിപ്ലോമാറ്റുകളുടെ ലോകമാണ്. എവിടെ നോക്കിയാലും മനുഷ്യൻ അനുരഞ്ജനത്തിനാണ് നോക്കുന്നത്. അനുരഞ്ജനത്തിൻ്റെ വേൾഡാണിത്. പക്ഷേ ഒന്നിനോട് അനുരഞ്ജനപ്പെടരുതെന്ന് ഏറ്റവും കൃത്യമായിട്ട് പറയുകയും ഇതിൻ്റെ പ്രമാണങ്ങൾ മുഴുവൻ അതിനനുസാരമായി കൊടുക്കപ്പെടുകയും മാതൃക കാട്ടിത്തരുകയും ചെയ്ത ഒരു സന്ദേശം നമുക്ക് ലഭിക്കപ്പെട്ടില്ലെങ്കിൽ ഈ പുസ്തകം നൽകുന്നൊരു മെസ്സേജാണ്. അത് ലോകത്തോടും അതിൻ്റെ മോഹങ്ങളോടും, ജഡത്തോടും അതിൻ്റെ ശക്തിയോടും, പാപത്തോടും അതിൻ്റെ അധികാരത്തോടും ഇനി എന്തൊക്കെ വന്നാലും അനുരഞ്ജനപ്പെടരുതെന്ന് വ്യക്തമായ കർശനമായ തർജ്ജനവാക്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുരഞ്ജനപ്പെടാൻ കഴിയാത്തൊരു കാര്യം, ദൈവവിഷയത്തിന് വിരോധമായി നിൽക്കുന്ന ഒന്നിനോടും അനുരഞ്ജനപ്പെടാൻ ഒരു ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്ന ഒരുവന് കഴിയത്തില്ല. അനുരഞ്ജനത്തിൻ്റെ ലോകം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് അനുരഞ്ജനം, അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവർ പറയുന്ന വഴികളോട് അനുരഞ്ജനം, പല അനുരഞ്ജനങ്ങളുടെ ലോകമാണിത്. ഈ അനുരഞ്ജനത്തിൻ്റെ പ്രലോഭനമാണ് പലപ്പോഴും നമ്മൾ ചതിക്കപ്പെട്ടു പോകുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു, ഈ ഭാഗം പറയുന്നു, ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുരൂപപ്പെട്ട ഒരുവന് ഒരിക്കലും ഒന്നിനോടും അനുരഞ്ജനപ്പെടാൻ കഴിയത്തില്ല. കാരണം അവൻ മനസ്സുകൊണ്ട് ഈസ് കോൺസിക്രേറ്റഡ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മാത്രം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവനാ. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 11 കാണുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായി, ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അത് ക്രിസ്ത്യാനി എന്ന പേരിലുള്ള ബന്ധമല്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒന്നിനോട്, ഒരുവനോട് മുറിക്കാൻ കഴിയാത്ത, ഒന്നിനും മാറ്റാൻ കഴിയാത്ത, വേർപിരിക്കാൻ കഴിയാത്ത അചഞ്ചലമായൊരു ബന്ധമാണെങ്കിൽ ഇനി ഭൂമിയിലോ സാഹചര്യങ്ങളോ എനിക്ക് മുമ്പിൽ വെക്കുന്ന ഒന്നിനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിനകത്തു നിന്ന് എന്നെ അടർത്തിക്കളയാൻ കഴിയത്തില്ലെന്നുള്ള ബോധ്യങ്ങളാണ് ഈ ബന്ധത്തിനകത്തുനിന്ന് പുറത്തു വരുന്നെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നുണ്ട്? എനിക്കെൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം സാഹചര്യങ്ങളാൽ അനുരഞ്ജനപ്പെടുന്ന ഒരു ബന്ധമല്ല, ചുറ്റുപാടുകളാൽ അനുരഞ്ജനപ്പെടുന്ന ഒരു ബന്ധമല്ല, സമ്മർദ്ദങ്ങളാൽ അനുരഞ്ജനപ്പെടുന്ന ഒരു ബന്ധമല്ല. ഇനി വാള് വരേണ്ടി വന്നാലും പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ലെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിന് നന്ദി പറയാൻ കഴിയും? ഇനി എന്തൊക്കെ വന്നാലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തു നിന്ന് എനിക്ക് മറ്റൊന്നിനോട് അനുരഞ്ജനപ്പെട്ടു പോകാൻ കഴിയത്തില്ല.
ജഡത്തോടും അതിൻ്റെ പ്രവണതകളോടും അനുരഞ്ജനപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഗലാത്യ സമൂഹത്തിന് ലേഖനം എഴുതുമ്പം ഏറ്റവും തർജ്ജനനാദത്തോടെ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്: ആത്മാവിൽ തുടങ്ങിയിട്ട് നിങ്ങൾ ജഡപ്പിലാണോ സമാപിക്കുന്നത്? ആത്മാവിൽ തുടങ്ങി, തുടക്കം നല്ലതാ, അത് ആത്മാവിനോടൊപ്പമാ, കർത്താവിനോടൊപ്പമാ കൂടെ നടന്നത്, ഒരുമിച്ച് സഞ്ചരിച്ചതാ, അനുരൂപപ്പെടുന്ന ആത്മീയതയായിരുന്നു. പക്ഷേ കാലങ്ങൾ പിന്നിട്ടപ്പം ജഡം അവരെ കീഴടക്കി. അതുകൊണ്ട് 5-ാം അധ്യായം പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തില്ല. ആത്മാവിനെ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പം ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കപ്പെടാത്ത ഒരാത്മീകതയായിരുന്നു ദൈവം ഇഷ്ടപ്പെട്ടത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പം ആത്മാവിൽ തുടങ്ങിയ പലതും, ആത്മാവിൽ ആരംഭിച്ച പലതും, ആത്മാവിൽ ചലിച്ച പലതും, ആത്മാവ് നടത്തിയ പലതും ജഡത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറി. ജഡം അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ, ജഡത്തിൻ്റെ പ്രവണതകൾ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുമ്പോൾ, അതിൻ്റെ നടുവിലാണ് ഈ 97ാമത്തെ കൺവെൻഷനകത്ത് ഇന്ന് രാത്രി ഞാനൊരു പ്രവാചക ശബ്ദം ഈ ദേശത്ത് വിളിച്ചു പറയുന്നു. അനുരഞ്ജനപ്പെടുന്ന ആത്മീകതയുടെ നടുവിൽ, ജഡമാധിപത്യം സ്ഥാപിക്കുന്ന ആത്മീകതയുടെ നടുവിൽ അവിടെ നിന്നും മടങ്ങി വന്നിട്ട് ഈ ആത്മാ നിറവിലേക്ക്, ദൈവ ഇഷ്ടത്തിനകത്തേക്ക് ഒരു തലമുറ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ മടങ്ങി വരാൻ തയ്യാറായാൽ ഈ തലമുറയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഫേവർ കാണുമെന്ന്, ദൈവത്തിൻ്റെ കരം കാണുമെന്ന്. ആ ദൈവഹിതത്തിന് അനുരഞ്ജനപ്പെടാതെ ഇന്ന് രാത്രി ഞാൻ ഉണ്ടെന്ന് പറയുന്നവർ ഈ വാളകം സെന്ററിനകത്ത് കൂടി വന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയ തുറന്ന് ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറഞ്ഞിട്ട് പറ: അനുരഞ്ജനപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണില്ല, ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ട്. അനുരഞ്ജനപ്പെടുന്ന ലോകത്തിൻ്റെ കുഴപ്പം ഇത് നമുക്കും പ്രലോഭനമാണ്. നമ്മൾ അനുരഞ്ജനപ്പെടാൻ, നമ്മളും അതിനകത്ത് കീഴടങ്ങിപ്പോകാൻ, കാലത്തിൻ്റെ ഓളത്തിനൊപ്പം പോകാൻ, കാലത്തിൻ്റെ തരംഗത്തിനൊപ്പം പോകാൻ, കറന്റ് ട്രെൻഡുകൾക്കൊപ്പം സഞ്ചരിക്കാൻ, ആ ട്രെൻഡുകളുടെ ജീർണത നമ്മളെ ബാധിക്കാനുള്ള, അനുരഞ്ജനപ്പെടാനുള്ള ഒരു വല്ലാത്ത സാധ്യത ആത്മലോകത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം അതിനെ നോക്കി ആത്മനിറവുള്ളവൻ ചെറുത്തു നിന്നിട്ട് പറയണം: ഒരിക്കലും അത് എന്നിലേക്ക്, ഒരിക്കലും അതെൻ്റെ കുടുംബ ത്തിലേക്ക്, ഒരിക്കലും അതിൻ്റെ സഭയ്ക്കകത്തേക്ക് അനുരഞ്ജനപ്പെടുന്ന ആത്മീകത കയറത്തില്ലെന്ന് അകത്ത് ബോധ്യത്തോടെ ഇന്ന് രാത്രി പറയാൻ ചങ്കൂറ്റമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ഏറ്റവും ധൈര്യത്തോടെ പറ: ദൈവകൃപയ്ക്ക് വിരോധമായി നിൽക്കുന്ന, ദൈവ ഇഷ്ടത്തിന് വിരോധമായി നിൽക്കുന്ന, ദൈവാധിപത്യത്തിന് വെളിയിൽ നിൽക്കുന്ന യാതൊരു അനുരഞ്ജനപ്പെടലുകളും, ദൈവഹിതത്തിന് വിരോധമായി നിൽക്കുന്ന ഒരനുരഞ്ജനപ്പെടലിന് ഞാൻ തയ്യാറാകത്തില്ല. ഇവിടെ പറയുന്നു, ആകെ ഞാൻ സമർപ്പിക്കപ്പെടുന്നെങ്കിൽ അത് എൻ്റെ ജീവനാഥനും എൻ്റെ ആത്മനാഥനോടുമല്ലാതെ മറ്റൊന്നിനോടും എനിക്ക് അനുരൂപപ്പെടാൻ കഴിയത്തില്ല. വി വിൽ നോട്ട് കൺഫോം ടു ദ വേൾഡ്. നമ്മൾ ലോകത്തിനോടല്ല കൺഫോം ആകുന്നത്, നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഏകീകരിക്കപ്പെടുന്നത് ഒരുവനോട് മാത്രമാണ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന, എനിക്ക് വേണ്ടി ഒരു മണിക്കൂർ തന്നതല്ല, എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ ആത്മമണവാളനോട് എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ ആത്മാവ് കൊണ്ടും സമർപ്പിതമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുരഞ്ജനപ്പെടുന്ന ആത്മീകത പടിക്ക് പുറത്ത് നിൽക്കാൻ നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. അനുരഞ്ജനമല്ല വേണ്ടത്, ചില മേഖലയിൽ ചെറുത്തുനിൽപ്പ് തന്നെയാണ് വേണ്ടത്. ആ ചെറുത്തുനിൽപ്പ് ജഡത്തോടല്ല നമ്മൾ ചേർത്ത് നിൽക്കുന്നത്. അതും പൗലോസ് പറഞ്ഞു, അനുരഞ്ജനപ്പെടുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ ചെറുത്ത് നിൽക്കുന്നത് ജഡത്തോടല്ല. ജഡത്തോട് ചെറുത്ത് നിന്നാൽ ഒരിക്കലും നമുക്ക് ആ മേഖലയിൽ ജഡീകമായി പോരാടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജഡത്തിൽ വസിക്കുന്ന ഒന്നിനെ ജഡീകമായി നേരിട്ടത് കൊണ്ട് നമുക്ക് ജയം കിട്ടത്തില്ല. പക്ഷെ ജഡീകമായി ഇത് പ്രബലപ്പെടുമ്പം പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ഞങ്ങളുടെ പോരാട്ടങ്ങളും ജഡീകങ്ങളല്ല, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, മറിച്ച് ഞങ്ങൾക്കൊരായുധമുണ്ട്, അത് കോട്ടകളെ തകർപ്പാൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇതിനകത്ത് ഉറപ്പുണ്ട്? എന്നിൽ ദൈവം പകർന്നിരിക്കുന്ന ആ ദൈവശക്തി എന്നത് ജഡീകമായ പോരാട്ടത്തിന് വേണ്ടിയല്ല, ജഡത്തിൽ യുദ്ധം ചെയ്യാനല്ല, ജഡത്തിൻ്റെ മോഹം നിവർത്തിപ്പാനല്ല, ജഡീക ആധിപത്യത്തിന് വേണ്ടിയല്ല. എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ ആത്മമേഖലകൾക്കകത്ത് അടുത്ത തലമുറയെ ദൈവ സാന്നിധ്യത്തിനകത്തുനിന്ന് പിച്ചു ചീന്താൻ നിൽക്കുന്ന സാഹചര്യങ്ങളുടെ മേൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അനുരഞ്ജനപ്പെടാതെ അതിന്മേൽ ഇന്ന് രാത്രി ആത്മനിറവിൽ പോരാട്ടം കഴിക്കുന്നവരുണ്ടെങ്കിൽ അധികാരത്തോടെ പറ, എൻ്റെ പോരാട്ടം അതിനു നേരെയാ. കാണുന്നുണ്ടോ വെല്ലുവിളി? 97ാമത്തെ വർഷമല്ലേ?
ഒരു നൂറ്റാണ്ടിനടുത്ത് പാരമ്പര്യമുള്ള, ഞാനിങ്ങനെ ഇവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു, ഈ പ്രാവശ്യത്തെ 5 നൈറ്റ് കൺവെൻഷനുണ്ട്, ഒരു സൺഡേ കൂട്ടിയാൽ 6 ദിവസമുണ്ട്. ഈ 97 വർഷം ഇത്രയും ദിവസമാണോ കൺവെൻഷൻ എന്ന് എനിക്കറിയില്ല. പക്ഷേ എത്ര പറഞ്ഞാലും ഒരു 10, 400, 450, 500 ദിവസങ്ങളെങ്കിലും ഇതുപോലെ ആത്മീക സംഗമം ഇവിടെ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ച ഒരു വലിയ ബൃഹത്തായ ഒരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നേ. ഈ ദേശം മുഴുവൻ വചനത്താൽ സമ്പന്നമായൊരു ജനതയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇത് തന്നെ ഫെമിലിയാരിറ്റി നമുക്ക് നൽകുന്ന വലിയൊരു അപകടമുണ്ട്. ഞാൻ ഈ കാലഘട്ടത്തിനകത്ത് തിരുവെടുത്ത് പഠിച്ചപ്പോൾ മനസ്സിലായി ഏറ്റവും വലിയ കാര്യം ഫെമിലിയാരിറ്റിയാണ് ഏറ്റവും വലിയ അപകടം. ഒരു കാര്യത്തെ കൂടുതൽ പഠിച്ചു കഴിയുമ്പം അതിനകത്ത് ബഹുഭൂരിപക്ഷത്തിന് വരാൻ സാധ്യതയുള്ള കാര്യം നമ്മൾ ഈ ചില കാര്യങ്ങളെ അങ്ങ് വളരെ ലഘുവായിട്ട് കാണാൻ തുടങ്ങും. പല രാത്രികളും അപകടം നടക്കുന്ന സമയങ്ങളും സ്ഥലങ്ങളും നിങ്ങൾ നോക്കണം. നമ്മൾ പത്രങ്ങൾ കേട്ട പല വാർത്തയുണ്ട്. വീടിന് തൊട്ടടുത്ത് വെച്ച് അപകടം സംഭവിച്ചു. എന്താ ഇതിൻ്റെ കാര്യം? കാരണം അതുവരെ അവർ തിരുവനന്തപുരത്തു നിന്ന് യാത്ര തിരിച്ചു, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചു വരും, അല്പം കെയർഫുള്ളായിട്ടൊക്കെ അവർ വന്നത്. പക്ഷെ വീടിനോടടുത്ത് വരുമ്പം, പരിചയമുള്ള റോഡിലോട്ടൊക്കെ അങ്ങോട്ട് കയറി കഴിയുമ്പം നമ്മുടെ മനസ്സിലകത്ത് ഓട്ടോമാറ്റിക്കായിട്ടൊരു ചിന്ത വന്ന, ഇതെനിക്ക് പരിചയമുള്ള റോഡാണ്, ഞാൻ എത്ര വട്ടം പോകുന്നു, ഇന്ന് രാവിലെ തന്നെ ഇത് 3ാമത്തെ വട്ടം വന്ന വഴിയാണ്, എനിക്ക് പരിചയമുള്ള വഴി, എനിക്ക് പരിചയമുള്ള സ്ഥലം, പരിചയമുള്ള ഇടം, എത്ര വട്ടം സഞ്ചരിച്ച റോഡുകൾ. ഈ ചിന്തയകത്ത് വരുമ്പോൾ അതുവരെ വന്ന ഒരു ശ്രദ്ധ അങ്ങ് നഷ്ടപ്പെടും. അതുവരെ വന്ന ഒരു പക്ഷേ ഉറക്കത്തിൻ്റെ മൂടക്കം മനസ്സിനകത്ത് കാണും. പക്ഷേ അതുവരെ കുറേയും കൂടെ കോഷ്യസ് ആയിട്ടാണ് വന്നത്. ഈ പരിചയമുള്ളിടത്തോട്ട് കയറിയപ്പം ഇനി ഒരു 5 മിനിറ്റൂടെ 10 മിനിറ്റൂടെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിനകത്ത് വരും എന്നൊരു ചിന്ത. ഞാൻ ഈ രാത്രികളിലൊക്കെ ചില നേരത്ത് തന്നെ സഞ്ചരിക്കുമ്പം ഈ സാഹചര്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയാലൊക്കെ പലപ്പോഴും സർവൈവ് ആയി പോയത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു 100 മീറ്ററിനടുത്ത് ഈ പരിചയമുള്ള റോഡിലേക്ക് ഞാൻ എത്തി. 100 മീറ്ററും കൂടെ എൻ്റെ വീട്ടിലേക്കുള്ളൂ. പക്ഷേ അവിടെ വെച്ച് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉറക്കം വന്നു. വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി. കർത്താവ് അപകടമൊന്നും വരാതെ അവിടെ സൂക്ഷിച്ചു. പക്ഷേ ആ നിമിഷം തന്നെ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഫെമിലിയാരിറ്റി എന്നതൊരു അപകടമാണ്. ഒത്തിരി പരിചയമുള്ളത്, ഒത്തിരി പരിചയപ്പെടുന്നത് ചില അപകടത്തിന് വേണ്ടി വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത്, ഒത്തിരി വചനം കേട്ടെങ്കിൽ, ഒത്തിരി കർത്താവിനോടടുത്തെങ്കിൽ അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാനൊരവസരം തരണം. ഈ ഫെമിലിയാരിറ്റിയുടെ മറ്റൊരു വിഷയം ഞാൻ പറയാം. ഇത് കഴിയുമ്പം ഇനി എങ്ങനെയാണെങ്കിലും ഞാൻ അങ്ങ് എത്തുമെന്നൊരാത്മീക സ്റ്റാറ്റസിലേക്ക് നമ്മൾ എബ്രായ ലേഖനത്തിലൊക്കെ വന്നൊരു പദവധ. ശരിക്കും അവർക്ക് ഇനി എങ്ങനെയൊക്കെ പോയാലും ഞങ്ങൾ എത്തും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല, എല്ലാം നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ പരിചയമായ വഴിക്കകത്തൂടെ പോയി മടുത്തുപോയി ആത്മീക ശോഷണം സംഭവിച്ചു കഴിഞ്ഞ് ഈ പരിചയം കൂടുമ്പോൾ പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങും. പരിചയം കൂടുമ്പം അനുരഞ്ജനപ്പെടാൻ തുടങ്ങും. പരിചയപ്പെടുമ്പോൾ പലതിനോടും, ഇന്നലെ പടിക്ക് പുറത്ത് നിർത്തിയ പലതിനോടും ഇന്ന് ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങും. സംഭവിക്കുന്ന കാര്യം, ജഡീകത ഇവിടെ വളരാൻ തുടങ്ങും. ജഡ മനുഷ്യൻ വളരാൻ തുടങ്ങും. അവൻ ആത്മ മനുഷ്യൻ ഞെരിക്കാൻ തുടങ്ങും. പക്ഷേ അതിൻ്റെ നടുവിലാണ് ഇന്ന് രാത്രി ഞാൻ ഈ കൺവെൻഷന്റെ 1ാമത്തെ ദിവസം ഈ ആത്മസമൂഹത്തിന് ദൂത് വിളിച്ചു പറയുന്നത്, കോംപ്രമൈസ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റിക്കകത്തു നിന്ന് ഇന്ന് രാത്രി പുറത്തു വന്നിട്ട് ഈ 97ാമത്തെ കൺവെൻഷനകത്ത് പണ്ട് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, പണ്ട് വെളിപ്പെട്ട ദൈവമഹത്വം, പന്തൽക്കകത്ത് ഇറങ്ങിച്ചലിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചലനം, അവിടെ വെളിപ്പെട്ട ദൈവമഹത്വത്തിൻ്റെ ചലനങ്ങൾ അത് വെളിപ്പെടണം. ഇതൊരു അബദ്ധത്തിൽ പോലും ഇതൊരു ചടങ്ങായി മാറാതെ വണ്ണം ദൈവാത്മാവിൻ്റെ സജീവമായ മൂവ്മെൻറ്റുകൾ ഇതിനകത്ത് വെളിപ്പെടണമെന്ന് അകത്ത് കൊതിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, എല്ലാ വർഷത്തെയും കൺവെൻഷൻ അതൊരു ചടങ്ങ്, അതൊരു മതാത്മകത മാത്രമാണ്. പക്ഷെ ഇന്ന് രാത്രി മതാത്മകതയല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ സജീവമായ ഇടപെടൽ. കാൽവറിയുടെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വന്ന് ആഴത്തിൽ ആ ദൈവ സ്നേഹവുമായി, കർത്താവുമായിട്ടുള്ള ബന്ധവുമായി ഒന്ന് തിരിച്ചു പിടിക്കുന്ന തലത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ വരാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി അതൊരു എൻകൗണ്ടറിന്റെ രാത്രിയായി മാറും. ദൈവ സാന്നിധ്യം നമ്മെ തിരിച്ചു പിടിക്കുന്ന, ദൈവ സാന്നിധ്യം നമ്മുടെ ആഴത്തലത്തിൽ സ്പർശിക്കുന്ന ഒരു രാത്രിയായി മാറുമെന്ന് അകത്ത് വിശ്വസിക്കുന്നവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? ഞങ്ങളൊന്ന് തിരിച്ചു വരുന്ന, ഞങ്ങളൊന്ന് റെസ്റ്റോർ ആകുന്ന ഒരു രാത്രിയാകട്ടെ. ജീസസ്,
ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ബീങ് നോൺ കൺഫോമിസ്റ്റ്. നമ്മൾ കൺഫോമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. ഇനി മൂന്നാമത്തെ കാര്യം, റിന്യൂ അവർ മൈൻഡ്. മനസ്സിനെ പുതുക്കുക. ഇത് ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമല്ല. എല്ലാ ദിവസവും പുതുക്കം വരേണ്ട മേഖലകളിൽ ഡെയിലി റിന്യൂവൽ നടക്കണം. അതിന് നമ്മുടെ അന്തരാത്മാവിൽ ദൈവം അവിടുത്തെ ദിവ്യാത്മാവിനെ തന്നിട്ടുണ്ട്. നാലാമത്തെ കാര്യം, എസ്റ്റിമേറ്റ് അവേഴ്സെൽഫ് ഹോണസ്റ്റ്ലി. കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ വിശുദ്ധമായി കർത്താവിൻ്റെ ഹിതത്തിനകത്ത് ഏറ്റവും പരിപാവനമായി പ്രസൻറ്റ് ചെയ്ത് മുൻപോട്ട് പോകുക. ഇനിയും ഏറ്റവും അഞ്ചാമത്തെ കാര്യം, യൂട്ടിലൈസ് അവർ ഗ്രേസ്. ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ പ്രയോജനപ്പെടുത്തുക. ഈ 5 കാര്യമാണ് ഈ 2 വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഏറ്റവും പ്രസക്തമായ ക്രിസ്തു കേന്ദ്രീകൃത ഒരു പ്രമേയത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു തുടക്കം, ഒറ്റ പദം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരിക. ആ പദം ഒരു പക്ഷേ നമ്മൾ മലയാളത്തിനകത്ത് വായിക്കുമ്പോൾ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിനകത്ത് കാണുന്നത്, ഐ ബിസീച്ച് യു therefore brethren by the mercies of God to present your bodies a living sacrifice wholly acceptable to God which is your spiritual service. അവിടെ പറയുന്നു ദൈവത്തിൻ്റെ മേഴ്സിയെ, ദൈവത്തിൻ്റെ കരുണയെ കാണുക. എന്നാൽ എനിക്കിതിനേക്കാളും ഇഷ്ടപ്പെട്ട മറ്റൊരു ട്രാൻസ്ലേഷനുണ്ട്. JB ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആ ട്രാൻസ്ലേഷൻ്റെ ഉപജ്ഞാതാവ്. ഇദ്ദേഹം എഴുതിയ ഒരു പദപ്രയോഗം ഇപ്രകാരമാണ്. ശരിക്കും എൻ്റെ പെർസ്പെക്റ്റീവുകളെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ മാറ്റിമറിച്ചൊരു ട്രാൻസ്ലേഷനായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, വിത്ത് ഐസ് വൈഡ് ഓപ്പൺ ടു ദ മേഴ്സീസ് ഓഫ് ഗാഡ് I beg you, my brothers, as an act of intelligent worship, to give him your bodies as a living sacrifice, consecrated to him and acceptable by him. Don't let the world around you squeeze you into its own mold, but let God remold your minds from within, so that you may prove in practice that the plan of God for you is good, meet all his demands and move towards the goal of true maturity. ഇതിൻ്റെ മലയാളം ഇപ്രകാരമാണ്, ദൈവത്തിൻ്റെ കരുണയ്ക്കായി നിങ്ങളുടെ കണ്ണ് വിശാലമായി തുറന്ന്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടതും അവിടുത്തേക്ക് സ്വീകാര്യവുമായ ഒരു ജീവനുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്നാൽ അടുത്തൊരു പദം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളെ അതിൻ്റെ സ്വന്തം അച്ചിലേക്ക് ഞെരുക്കാൻ അനുവദിക്കരുത്. ദൈവം നിങ്ങളുടെ മനസ്സുകളെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുത്തട്ടെ. അങ്ങനെ നിങ്ങൾക്കായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി നല്ലതാണെന്നും അവിടുത്തെ എല്ലാ ആവശ്യങ്ങളും നാം നിറവേറ്റി യഥാർത്ഥ പക്വതയുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുവെന്നും തെളിയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. എനിക്കറിയാം, ഇത്രയും വായിച്ചു കഴിയുമ്പം ഈ നമ്മൾ വായിച്ചൊരു ട്രാൻസ്ലേഷൻ മറ്റൊരു ട്രാൻസ്ലേഷൻ നിങ്ങളുടെ മനസ്സിനകത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻ വന്നെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാത്രി പറയാൻ പോകുന്ന പ്രമേയവുമായി 2 ചിന്ത നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഒന്ന്, ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കണ്ണു തുറക്കണം. എന്തിനാ കണ്ണു തുറക്കേണ്ടത്? ദൈവത്തിൻ്റെ കരുണയെ വിശാലമായി കാണാൻ നിങ്ങളുടെ കണ്ണു തുറക്കണം. ശരിക്കും റോമാലേഖനത്തിലൊരു പ്രമേയം തന്നെ ഈ പറഞ്ഞത്, നിങ്ങൾ കണ്ണു തുറന്ന്, വിശാലമായി കണ്ണു തുറന്ന് ദൈവത്തിൻ്റെ കരുണയെ നിങ്ങൾ കാണണം. ദൈവത്തിൻ്റെ കരുണയെ നിങ്ങൾ കാണണം. എൻ്റെ പ്രിയരെ, നമ്മുടെ നിലനിൽപ്പ് തന്നെ ദൈവത്തിൻ്റെ കരുണയിലാണ്. നമ്മുടെ നിലനിൽപ്പ് തന്നെ ദൈവത്തിൻ്റെ കരുണയിലാണ്. നമ്മൾ എന്താ കണ്ണു തുറക്കണം? ശരിക്കും കണ്ണു തുറക്കുക എന്നൊരു പ്രമേയം ബൈബിളിലെ ഗംഭീരമായൊരു പ്രമേയമാണ്. ശരിക്കും പൗലോസ് തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പം പലവട്ടം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ, ദൈവമേ അവരുടെ കണ്ണു തുറക്കണം. അതൊരു സാധാരണ ബാഹ്യ കണ്ണല്ല, അവരുടെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടണം. പാപം ചെയ്ത മനുഷ്യന് സംഭവിച്ചത് കണ്ണു തുറന്നെന്നാണ് ഉൽപ്പത്തിയിൽ എഴുതി വെച്ചത്. അവൻ കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരാത്രേ എന്ന് അവൻ കണ്ടു. അപ്പം ആ കണ്ണു തുറന്നത് ലിറ്ററലായിട്ട് അവൻ്റെ കണ്ണു തുറന്നപ്പം തങ്ങളുടെ നഗ്നത അവർ കണ്ടു, തേജസ് പോയത് അവർ കണ്ടു. അന്ന് തൊട്ട് ഈ കണ്ണു തുറന്നവരെല്ലാം കാണുന്നത് നഗ്നതകളാണ്. ഈ കണ്ണു തുറന്നവർ എല്ലാം കാണുന്നത് അരാജകത്വങ്ങളാണ്. ഈ കണ്ണു തുറന്നവർ എല്ലാം കാണുന്നത് തിന്മകളാണ്. സോഷ്യൽ ഇൻജസ്റ്റിസിനെ അവർ കാണുക, മോറൽ ഡീക്കെ അവർ കാണുക, സമൂഹത്തിനകത്തെ കൊലപാതകങ്ങൾ, അരാജകത്വങ്ങൾ, തിന്മകൾ എല്ലാവരും കാണുന്നത് പോലെ അവരും കാണുക. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം, ഈ കണ്ടതും കേട്ടതുമൊക്കെ
അവരുടെ മനസ്സുകൾക്കകത്തേക്ക് കയറുമ്പം ഇവരും പലരും അതുപോലെയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോത്തിനെ പറ്റിയൊക്കെ പറയുന്നത് അവൻ്റെ നീതിയുള്ള, അവൻ കണ്ടും കേട്ടും അവൻ നീതിയുള്ള മനസ്സിൽ അവൻ കുത്തുകൊണ്ട് എന്നിട്ടാണ് പറയുന്ന വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. ശരിക്കും ആ ലോകം അവനെ വഞ്ചിച്ചു കളഞ്ഞത്, അവൻ ചുറ്റും കണ്ടത്, അരുതാത്തടത്ത് പോയി കസേരയിട്ട് അവൻ ഇരുന്നപ്പം അവൻ കണ്ടതും കേട്ടതുമൊക്കെ അവനെ വഞ്ചിച്ചു കളഞ്ഞു. അവൻ വലഞ്ഞുപോയ നീതിമാനായി മാറി. അവൻ മാത്രം രക്ഷപ്പെട്ടു, അവൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റയാളും രക്ഷപ്പെട്ടില്ല. അവർക്കെല്ലാം അവന് മോറൽ പ്രിൻസിപ്പിൾ നഷ്ടപ്പെട്ടു പോയപ്പം അവൻ്റെ മക്കൾക്ക് ആ മോറൽ പ്രിൻസിപ്പിൾ പോയി, ആ കുടുംബത്തിൽ എല്ലാവർക്കും അത് നഷ്ടമായി പോയി. ഞാൻ പറഞ്ഞത് ഒരു തീരുമാനത്തിൻ്റെ ഈ എഫക്റ്റ് നമ്മളിലേക്ക് മാത്രമല്ല, ഒരു വിശാല തലമുറകളിലേക്ക് അത് ചെല്ലും. അപ്പം കണ്ണു തുറന്ന അരാജകത്വം കണ്ട ഒരു കാലഘട്ടമുണ്ട്, ഇന്നും അത് കാണുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ നടുക്ക് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ഈ ജനത്തിൻ്റെ ആന്തരിക കണ്ണുക ഹൃദയ ദൃഷ്ടി തുറന്ന് വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാർ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കണ്ണു തുറക്കണമെന്ന് പറയുമ്പം ഇവിടെയുള്ള എന്തെങ്കിലും കാണാനല്ല കണ്ണു തുറക്കേണ്ടത്, നമ്മുടെ മേൽ ദൈവം ഇട്ട ദൈവിക വിളി കാണാൻ, നമ്മുടെ മേൽ ഇട്ട ദൈവിക അവകാശങ്ങളെ കാണാൻ, ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കപ്പെട്ട ദൈവിക പദ്ധതികളെ കാണുവാൻ, ക്രിസ്തു മുഖാന്തരം നമുക്ക് പൂർത്തീകരിക്കപ്പെടുന്ന ആ ദൈവിക പദ്ധതികളെ കാണാൻ കണ്ണു തുറക്കപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ ആ കണ്ണു തുറന്ന് അത് മുഴുവൻ കാണാൻ എൻ്റെ ഹൃദയത്തെ കരുത്തു നൽകണം, എൻ്റെ അന്തരാത്മാവിൽ കൃപ നൽകണം, ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടണം. പൗലോസിന്റെ പ്രാർത്ഥന ഉയരുന്നത് കണ്ണു തുറക്കണം. ഇവിടെയും ശരിക്കും പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയെ കാണാൻ നിങ്ങളുടെ കണ്ണ് വൈഡ്ലി ഒന്ന് ഓപ്പൺ ആകട്ടെ. അപ്പം ഞാൻ ചോദിക്കും, എന്താണ് ഈ ദൈവത്തിൻ്റെ കരുണ? ശരിക്കും ഈ റോമാലേഖനം വെളിപ്പെടുത്ത ഒരു 6-8 കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ കരുണയുടെ ആദ്യത്തെ ഭാഗം, ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ഗിൽറ്റ് ആൻഡ് പെനാൽറ്റി ഓഫ് സിൻ. പാപത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും തടവറയ്ക്കകത്തു നിന്ന് യേശു ക്രിസ്തുവിൽ നമ്മെ നീതീകരിച്ചതാണ് ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. ഈ ആയുസ് നമുക്ക് കിട്ടിയതോ ലഭിച്ചതോ ലഭിക്കാൻ പോകുന്നതോ അനുഭവിക്കാൻ പോകുന്നതോ ഇതൊന്നുമല്ല ഏറ്റവും വലിയ കരുണയുടെ ഭാഗം. മറിച്ച് പാപിയൊന്ന് മുദ്ര കുത്തപ്പെട്ട് ദൈവ കോടതിയുടെ മുമ്പിൽ കൈവറച്ചു നിന്ന് സ്വന്തമായി പ്രയത്നങ്ങൾ കൊണ്ട് എനിക്കിത് നേടിയെടുക്കാൻ കഴിയാതെ, കാരണം ഞാൻ നിന്നത് ആരുടെ മുമ്പിലാ? നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിലാ, ന്യായാധിപതിയായ ദൈവത്തിൻ്റെ മുമ്പിലാ. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഈ പാപിയായ മനുഷ്യർ കഴിയുമോ? അവൻ്റെ കരം ബലപ്പെടുമോ? കാരണം അവൻ ചെയ്തൊരു തിന്മ മാത്രമാണ്. അപ്പം അവന് കഴിയാഞ്ഞത്, അവൻ്റെ തകർച്ച അവന് പകരമായി വന്ന് യേശു ക്രിസ്തു അവൻ്റെ ശരീരത്തിൽ വഹിച്ചത് കൊണ്ട്. കാരണം ഈ മനുഷ്യൻ്റെ ബലഹീനത മുഴുവൻ കിടന്നത് എവിടെ നിന്നറിയുമോ? അവൻ്റെ ജഡത്തിലാണ് ഈ ബലഹീനത മൊത്തം കിടന്നത്, ജഡത്തിലാണ്. ഈ ജഡത്തിലെ ബലഹീനത മാറ്റാൻ ഒന്നിനും കഴിയത്തില്ല. അതുകൊണ്ട് ചിലരൊക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്, ജഡത്തിൽ അവർ നന്നാവാൻ ശ്രമിക്കും, പക്ഷേ അവരിന്ന് തീരുമാനമെടുക്കും, നാളെ അവർ തെറ്റിക്കും, അവരെ കൊണ്ട് പറ്റത്തില്ല. ഈ മദ്യപിക്കുന്നവരെ നോക്ക്, അവർ വിശേഷ ദിവസങ്ങൾ കഴിയുമ്പം പറയും ക്രിസ്മസ് കഴിയുമ്പം നിർത്തും, അവരെ കൊണ്ട് പറ്റില്ല. അവർ 31-ാം തീയതി കുടിക്കും, അത് കഴിയുമ്പോൾ പറയും 31 ആണ്ടിൻ്റെ അവസാന ദിവസം നിർത്തും, ഇല്ല പറ്റില്ല, 1-ാം ദിവസവും കുടിക്കും. അതിങ്ങനെ പോകും, മോൻ്റെ ബർത്ത്ഡേ, രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനെ അങ്ങ് പോകും. അവരെ കൊണ്ട് കഴിയത്തില്ല, കാരണം വിഷയം കിടക്കുന്നത് ജഡത്തിലാണ്. എഴുതപ്പെട്ട ഒന്നിന് ജഡത്തിൻ്റെ വിഷയം പരിഹരിക്കാൻ കഴിയത്തില്ല, അത് പൂർത്തീകരിക്കാനും അവനെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് കൊടുത്ത ന്യായപ്രമാണവും ന്യായവിധിയുടെ പ്രമാണമായി മാറി. അവൻ പറഞ്ഞു, ഇത് കൊല്ലുന്ന പ്രമാണമാണ്. കാരണം എഴുതപ്പെട്ടത് നിവർത്തിക്കാൻ എൻ്റെ അകത്തുനിന്ന് എനിക്ക് കഴിയുന്നില്ല, കാരണം അകത്ത് പാപം കിടപ്പുണ്ട്. ദൈവ കോടതിയുടെ മുമ്പിൽ എഴുതപ്പെട്ടത് പ്രമാണിക്കാത്തവന് മരണം മാത്രം ബാക്കി കിടന്നപ്പം ആ ന്യായ പ്രമാണത്തെ നീക്കാനല്ല അവിടുന്ന് വന്നത്, ന്യായ പ്രമാണത്തെ നിവർത്തിക്കാൻ വേണ്ടി. യേശു വന്ന് അവിടുന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ കയറിയപ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ടതിൻ്റെ പേര്, അവിടുത്തെ അടി പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ
കഴിയാത്തത് മുഴുവൻ അവിടുന്ന് തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവിടുന്ന് കാൽവറിയിൽ കയറിയപ്പോൾ എനിക്ക് ലഭിക്കപ്പെട്ടതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. എൻ്റെ പാപത്തെ അവിടുന്ന് വഹിച്ചു, അവിടുത്തെ നീതി എനിക്ക് തന്നു. എൻ്റെ നിന്ന അവിടുന്ന് വഹിച്ചു, അവിടുത്തെ മഹത്വം എനിക്ക് തന്നു. എൻ്റെ ശാപം അവിടുന്ന് വഹിച്ചു, അവിടുത്തെ സൗഖ്യം എനിക്ക് തന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കപ്പെട്ട, ജയം അനുഭവിക്കപ്പെട്ടവർ ഈ രാത്രി ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ നീതി നേടിയത് ഒരു കർമ്മമാർഗത്താലുമല്ല, യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ. ഇന്ന് രാത്രി ആ നീതി ലഭിക്കപ്പെട്ടവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ മറ്റൊന്നിനും നന്ദി പറയണ്ട. ലഭിക്കപ്പെട്ട ദൈവനീതിക്ക് ഇന്ന് രാത്രി നന്ദി പറയാൻ ആർച്ചനാദത്തോടെ ഇതിനകത്ത് ആദരം തുറക്കുന്നവരുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ നിങ്ങളെ വായിക തുറന്ന് ആ ദൈവനീതിക്ക് ധൈര്യത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, ഞാൻ യേശുവിൻ്റെ കൃപയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ജീസസ് എൻ്റെ പകരമായി അവിടുന്ന് മരിച്ചു. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷയെ അവിടുന്ന് വഹിച്ചു. അതുകൊണ്ട് എനിക്ക് ലഭിച്ചത് എന്താ? എനിക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ നീതിയാ. അപ്പോൾ ഒന്നാമത്തെ കരുണ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടത്, കണ്ണു തുറന്ന് കാണേണ്ടത് എന്താ? നമുക്ക് വേണ്ടി ലഭിക്കപ്പെട്ട ദൈവത്തിൻ്റെ നീതിയാണ് ഏറ്റവും വലിയ ദൈവകരുണ. ഇനി അവിടെ തീർന്നില്ല. വി ആർ അഡോപ്റ്റഡ് ടു ഹിസ് ഫാമിലി. നമ്മൾ ക്രിസ്തുവിൻ്റെ കുടുംബത്തിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യുവാനിടയായി. അഡോപ്ഷൻ ഇൻ ജീസസ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എന്നെ ദത്തെടുത്തു, തൻ്റെ സ്വരൂപത്തോടെ എന്നെ അനുരൂപരാക്കി. എൻ്റെ പ്രിയരെ, ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ ഈ ആയുസിനകത്തുള്ളത്? നമ്മൾ ഏത് കുടുംബത്തിനകത്താണ്? ദൈവത്തിൻ്റെ കുടുംബത്തിനകത്താണ്. ഈ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്താകുക എന്ന പ്രത്യേകത, അതിനകത്ത് യാതൊരു വലിപ്പ വ്യത്യാസവും ഇല്ല, ഒരു വലിപ്പ വ്യത്യാസവും ഇല്ല. ഈ ഭൂമിയുടെ ദത്തെടുപ്പിനകത്ത് ഒരു ലീഗലായിട്ട് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ നമ്മൾ ഇത്ര ശതമാനം നമ്മുടെ സ്വത്തുകൾ അതിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് നിയമപരമായ ഒട്ടനവധി പ്രൊസീജിയറിലൂടെ മാത്രമേ ഒരു കുഞ്ഞിനെ നമുക്ക് ദത്തെടുക്കാൻ പറ്റത്തുള്ളൂ. നിയമം കൊടുക്കുന്ന എല്ലാ പരിരക്ഷയും ആ കുഞ്ഞിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലം കഴിയുമ്പം എനിക്ക് ആ തീരുമാനം മാറ്റണമെങ്കിലും നിയമപരമായി അവൻ എന്തൊക്കെ അവകാശമുണ്ടോ ഈ അവകാശങ്ങൾ അവന് ലഭിക്കപ്പെടും. അത് നിയമത്തിൻ്റെ വ്യവസ്ഥിതിയിലാണ്. പക്ഷെ ഒരൊറ്റ കാര്യം പറയാം, എത്ര നാളെടുക്കും അവൻ ആ കുടുംബത്തിൽ വരാൻ? അല്ല, ഇവൻ കുഞ്ഞായിരിക്കുന്നിടത്തോളം അടുത്ത മൊമെൻറ്റിൽ ഇവൻ അത് മുഴുവൻ അനുഭവിക്കാൻ പറ്റത്തില്ല. എത്രയോ കാത്തിരിപ്പ് അതിനകത്തുണ്ട്. പക്ഷേ കൃപയാലുള്ള നമ്മുടെ ദത്തെടുപ്പിനകത്ത് സംഭവിച്ച കാര്യം പറയാം. എത്ര നാഴിക വിനാഴിക വ്യത്യാസമൊന്നുമില്ല. ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഓടിച്ചെന്ന്, അപ്പാ ഞാനൊരു പാപിയാണ്, പാപത്തിൻ്റെ വല്ലാത്ത കടത്തും പേറിയ ഞാൻ ജീവിക്കുന്നത്, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചപ്പം അങ്ങയോടൊപ്പം ഞാനും മരിച്ചു. അതുകൊണ്ട് വിശ്വാസത്തെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ മരണം എൻ്റെ മരണം കൂടെയാണ്. അങ്ങ് എനിക്ക് വേണ്ടിയാ മരിച്ചത്. ആ ക്രിസ്തുവിനെ ഞാൻ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ വായി തുറന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അംഗീകരിച്ച ദ സെയിം മൊമെന്റ് ആ സ്വർഗത്തിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ നടക്കപ്പെടും. ഒന്ന്, ഹേയ് മാൻ, യു ആർ ജസ്റ്റിഫൈഡ്, നീ നീതീകരിക്കപ്പെട്ടു. രണ്ട്, അവിടെ നിന്ന് പുറപ്പെടുന്ന ശബ്ദം, യു ആർ മൈ സൺ ആൻഡ് യു ആർ മൈ ഡോട്ടർ, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. അതുവരെ അന്യനായിരുന്നു, അതുവരെ ദൂരസ്ഥനായിരുന്നു, അതുവരെ അനാഥനായിരുന്നു, അതുവരെ പുറംപറമ്പിലായിരുന്നു, അതുവരെ ചട്ടങ്ങളാൽ വിരോധമായി കൈയെടുത്തെൻ്റെ മേലുണ്ടായിരുന്നു. പക്ഷെ ക്രൂശിൻ്റെ ചുവട്ടി ചെന്നപ്പോൾ എന്നെ സംഭവിച്ചത്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായ കൈയെടുത്ത് മുഴുവൻ അവിടുന്ന് ക്രൂശിച്ചൊരിഞ്ഞ രക്തത്താൽ അവിടുന്ന് അത് മായിച്ചു കളഞ്ഞ്, വേർപാടിൻ്റെ നടുചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കി ആ കുടുംബത്തിനകത്തേക്ക് എന്നെ കൊണ്ടുവന്നെങ്കിൽ മകനായി മകളായി ദൈവ കുടുംബത്തിൻ്റെ പ്രിവിലേജുകൾ ഇന്ന് രാത്രി അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അപ്പാ എന്ന് വിളിക്കുമ്പോൾ തുറക്കപ്പെടുന്ന ഒരു സ്വർഗമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അതിനോട് ചേർത്തു വെക്കാൻ ഒരധികാരവും ഇവിടില്ല. ലോകത്തിൽ മറ്റെവിടെങ്കിലും ഉണ്ടെങ്കിലും ഈ അപ്പനെന്ന് വിളിക്കാൻ ഒരു ഭാഗ്യം കിട്ടുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ തകർച്ച വേറെയില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൗകര്യങ്ങളുള്ളവരാ. അവരെ പുറത്തുനിന്ന് കാണുന്ന ഒരൊറ്റ മനുഷ്യരും തകർച്ചക്കകത്തൂടെ പോകുന്നവരാൻ തോന്നത്തില്ല. വലിയ മണിമന്ദിരങ്ങൾ, കോടികളുടെ വീടുകൾ, ഇവർ പലരും വരുന്നത് ഭയങ്കര ലക്ഷൂറിയസ് കാറിനകത്ത്. പക്ഷേ അവരുടെ ലൈഫിനകത്ത് മുമ്പിൽ നിന്ന് പൊട്ടിക്കറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈഫിനകത്ത് ഇപ്പോഴും ശൂന്യതയാ. അവർ ഏകാന്തത അനുഭവിക്കുന്നത്, കുടുംബത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പല മേഖലയിൽ ദൈവം അതൊക്കെ നമുക്കും പല മേഖലയിൽ പലർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ
എന്നാൽ ഇതൊന്നും അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ളു തുറന്ന് ഏതോ മേഖലയിൽ കർത്താവിനെ സ്വീകരിച്ച അന്നു മുതൽ ഏതു ഭാരങ്ങളുടെ നടുവിലും കടുങ്കട്ടി വാക്കൊന്നും നമ്മൾ പറയണ്ട. അന്തരാത്മാവ് തുറന്ന് അപ്പായൊന്ന് വിളിച്ചപ്പോൾ നമുക്ക് വേണ്ടി അപ്പൻ്റെ കരം ഇറങ്ങി വന്ന് നമ്മെ വാരിപ്പുണരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ എന്ത് ഭാഗ്യമാണ് ഈ ആയുസ്സിൽ നമുക്ക് അനുഭവിക്കാനുള്ളത്. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി ഓടി അപ്പൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ അവസരം കിട്ടിയെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെയില്ലെന്നോ. ഇന്ന് രാത്രി ഇവിടെ ഈ കൺവെൻഷൻ ഗ്രൗണ്ട് ആക്കുന്നത്, ഞാൻ സാധാരണ ചർച്ചിലൊക്കെ ആരാധന നടക്കും, എൻ്റെ 8.5 വയസ്സുള്ള കുഞ്ഞ് അവിടെ മുമ്പിലിരിക്കും, അവിടെ ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കും. പക്ഷേ അന്നേരമൊക്കെ അവിടെ അടങ്ങിയിരിക്കും. ഞാനൊന്ന് ആശീർവാദം പറഞ്ഞ 3ാമത്തെ ഹല്ലേലൂയ മുറുക്ക പറയുന്ന അവൾ വല്ലാതെ ബുദ്ധിമുട്ടിയാ. പക്ഷേ 3ാമത്തെ ഈ ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ആമേൻ കർത്താവായ യേശു എന്ന് പറയുമ്പോൾ ഇവരുടെ കാൽ കീഴിൽ കാണും. വന്നിട്ട് അവൾ വന്ന് കെട്ടിപ്പിടിക്കും. എന്നാ കാര്യമെന്നറിയാവോ, അവളിങ്ങനെ വിമ്മിഷ്ടപ്പെട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അത്രയും നേരം കഴിഞ്ഞിട്ട് അവിടെ അപ്പൻ്റെ അടുക്ക വന്ന് ഒന്ന് ഹഗ് ചെയ്യാൻ അവളിങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞത് അവിടെ ഒത്തിരി പേരുണ്ട്, ഞാൻ ഇവർക്കെല്ലാം ചെന്ന് ഇവരെ എല്ലാം ഗ്രീറ്റ് ചെയ്യും. പക്ഷേ അതിനേക്കാൾ മുമ്പേ അവൾ എൻ്റെ അടുക്ക വന്ന് അവൾ എന്നെ ഹഗ് ചെയ്തു. അതാണ് ആ കുഞ്ഞിന് എൻ്റെ മേലുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആയിരങ്ങളുടെ നടുവിൽ നമ്മുടെ അപ്പനോടുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഇതാ. ഏതൊക്കെ ജീവിതത്തിൻ്റെ കനത്ത മുറിവുകൾ നേരിടുന്ന വർത്തമാനകാലത്തിൻ്റെ സംഘർഷങ്ങളുടെ നടുവിലും നമുക്ക് ഏത് സാഹചര്യങ്ങളും ഓടി വന്ന് അപ്പാ എന്ന് വിളിക്കുമ്പോൾ ഭാരങ്ങളെ മാറ്റി നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ്റെ കരം അനുഭവിക്കാൻ പറ്റുന്നവർ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഭാരമുള്ളിൽ നേരിടുമ്പോൾ ആ നേരമെല്ലാം എന്നെ താങ്ങി സാരമില്ല നോതി തൻ്റെ മാർവിൽ എന്നെ ചേർത്തണയ്ക്കുന്ന അപ്പൻ്റെ കരം അനുഭവിച്ചവർ അല്ല ഇന്ന് രാത്രി ഭാരത്തോടെ ഇരിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് രാത്രി ആ കരം നിങ്ങളുടെ ലൈഫിനകത്ത് ഇറങ്ങി വരും. മനുഷ്യർക്ക് തൊടാൻ കഴിയാത്ത, സാഹചര്യങ്ങൾക്ക് തൊടാൻ കഴിയാത്ത നിങ്ങളുടെ ജീവിത അവസ്ഥകളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു അപ്പനുണ്ട്, തൊടുന്ന ഒരു അപ്പൻ്റെ കരമുണ്ട്. വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ അല്പനിമിഷങ്ങൾ ആ കരങ്ങൾ അടിച്ച് ഈ രാത്രി അപ്പന് നന്ദി പറ, എൻ്റെ രാജാവിന് നന്ദി പറ. അപ്പ പിതാവ് എന്നോടിച്ചെന്ന് അപ്പൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ചങ്കു തുറന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു അപ്പനുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏത് പദങ്ങളെക്കാളും വൈകാരികമാ പദം. എനിക്കൊരു അപ്പനുണ്ട്. എല്ലാം ഭാരം പറയാൻ പറ്റുന്ന ഒരു അപ്പനുണ്ട്. അതുകൊണ്ട് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എന്തു നല്ലോർ സഹി യേശു. എല്ലാ ഭാരങ്ങളും പറയുന്ന ഒരു അപ്പൻ എനിക്കില്ലേ. ആ സാന്നിധ്യം അങ്ങോട്ട് ഒഴുകി വരുന്നിടത്ത് ഭാരങ്ങൾ മാറുന്നത് അറിയത്തില്ല. നമ്മൾ എത്ര വട്ടം അനുഭവിച്ചിട്ടുണ്ട് ഈ അപ്പൻ്റെ കരം ഇറങ്ങി വരുന്നത്. ജീവിതത്തിലെല്ലാം അവസാനിച്ചെന്ന് തോന്നിയപ്പോഴും ഈ കര ഇറങ്ങി വന്നിട്ടില്ലേ? ചില ഹോസ്പിറ്റൽ മുറികളുടെ ഇടനാഴിക്കകത്ത് നമ്മൾ അവസാനിച്ചതെന്ന് പറഞ്ഞ് ചിന്തിച്ചപ്പം ഇറങ്ങി വന്ന അപ്പൻ വാരിപ്പുണരുന്നതും ആ ദൈവിക പദവികളുടെ മഹത്വം അറിയുന്നതും നമ്മളെ അവിടുന്ന് വാരിപ്പുണർന്ന് ഹഗ് ചെയ്യുന്നതൊക്കെ അനുഭവിച്ചവർ ഇന്ന് രാത്രി ഇരിപ്പുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ ആത്മാവിൽ ആ കർത്താവിന് നന്ദി പറഞ്ഞിട്ട് പറ, എന്നെ അറിഞ്ഞൊരപ്പൻ, ഞാൻ അനുഭവിച്ചൊരപ്പൻ, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന സ്നേഹവായ്പകൾ ആർക്കും എൻ്റെ ലൈഫിനകത്ത് ഇടപെടാൻ കഴിയാതിരുന്നപ്പോൾ ആ ലൈഫിനകത്ത് ഇടപെട്ട ഒരപ്പൻ. ഞാനൊരു മെഡിക്കൽ മിറക്കിൾ അല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ മിറക്കിളിൻ്റെ ഭാഗത്ത്. മെഡിക്കൽ മിറക്കിൾ എൻ്റെ മുമ്പിൽ പറയാൻ അവർക്ക് കഴിയില്ല. ഞാൻ മെഡിക്കൽ മിറക്കിളിൻ്റെ ഭാഗമല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ കരത്തിൻ്റെ ഭാഗമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ അപ്പന് നന്ദി പറഞ്ഞിട്ട് പറ, ദൈവ കുടുംബത്തിനകത്തേക്ക് അവിടുന്ന് എന്നെ അഡോപ്റ്റ് ചെയ്തു. തീർന്നില്ല. ഈ അപ്പനോട് താതാത്മ്യപ്പെടാൻ ക്രിസ്തുവിൽ എനിക്ക് അവസരം കിട്ടിക്കണ്ട. ഇനി ഇതിന് ഭാവികാല ആസ്പെക്റ്റുമുണ്ട്, ഇതിന് വർത്തമാനകാല ആസ്പെക്റ്റുമുണ്ട്. ഇനി ഭാവികാല ആസ്പെക്റ്റിനകത്ത് വെളിപ്പെടുമ്പോൾ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം ആകുന്നൊരു കാലഘട്ടം വരുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സ്വഭാവത്തിൽ, ജീവിതത്തിൽ, പ്രവൃത്തികളിൽ ആ കർത്താവിനോട് അനുരൂപപ്പെടുന്ന, അവിടുത്തെ പ്രവൃത്തികളോട് അനുരൂപപ്പെടുന്ന, ക്രിസ്തുവിനൊപ്പം അങ്ങനെ അനുരൂപപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. ഇനി 3ാമത്തെ കാര്യം ഞാൻ പറയാം. 2 കരുണയ്ക്ക് വേണ്ടി കണ്ണു തുറക്കുന്ന
നടക്കുന്നത് മറക്കരുത്. ഒന്ന്, നീതീകരിച്ച് പാപം ക്ഷമിച്ച ദൈവകരുണയ്ക്ക് കണ്ണു തുറക്കണം. രണ്ട്, ദൈവ കുടുംബത്തിനകത്താക്കി എനിക്കൊരപ്പനുള്ളെന്നുള്ള ബോധ്യം തന്ന ദൈവത്തെ ഒരിക്കലും മറക്കരുത്. ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട്, ഈ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്തെന്നറിയോ? നമുക്കൊരപ്പനുണ്ടെന്ന്. ശരിക്കും റോമാലേഖനം തന്നെ ആ ഭാഗം നമുക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവോടെ അടുത്തു വരാൻ ഈ പുത്രത്വം നമ്മെ ഓർപ്പിക്കുന്ന ഒരു ആത്മാവാണ് ദൈവം നമ്മുടെ അകത്ത് തന്നത്. നിങ്ങൾക്ക് സംഘർഷം കൂടുമ്പോഴൊക്കെ നിങ്ങൾ അപ്പനെ അനുഭവിക്കാൻ പാകത്തിന് നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർത്തത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. വി ആർ നോട്ട് പ്ലേസ്ഡ് അണ്ടർ ലോ ബട്ട് വി ആർ പ്ലേസ്ഡ് അണ്ടർ ഹിസ് ഗ്രേസ്. ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവനല്ല, ഞാൻ കൃപയുടെ കീഴിലുള്ളവനാണ്. ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ഒന്നും ഇവിടെ നിൽക്കത്തില്ല. ന്യായപ്രമാണത്തിൻ്റെ യുഗമായിരുന്നെങ്കിൽ ഇത്രയും പ്രാഗൽഭ്യത്തോടെ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ഇന്ന് രാത്രി എനിക്ക് കഴിയത്തില്ല, ഇവിടെ നിന്ന് കേൾക്കാൻ നിങ്ങൾക്കും കഴിയത്തില്ല. ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, ആചാരങ്ങൾ, അതിൻ്റേതായ നിയമനൂലാമാലകൾ, ഇതൊന്നും കൃത്യമായിട്ട് അളന്നു കുറിച്ച് നിവർത്തിപ്പാൻ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് കഴിയത്തില്ല. എന്നാൽ അത് എനിക്ക് നിവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് അത് തന്ന ദൈവത്തിന് നല്ല ബോധ്യമുള്ളപ്പോൾ ആ ദൈവം കാലസമ്പൂർണതയിൽ കാലത്തിൻ്റെ ചേറ്റുകണ്ടത്തിനകത്ത് തൻ്റെ പുത്രനെ അയച്ച് എനിക്ക് നിവർത്തിക്കാൻ കഴിയാത്ത ന്യായപ്രമാണം അവിടുന്ന് അതിനെ നിവർത്തിച്ചിട്ട് എനിക്കൊരിക്കലും അർഹതയില്ലാത്ത ഒന്ന് അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ തന്നു. അതിൻ്റെ പേരാ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയരെ, നമ്മൾ ഇന്നത്തെ വർത്തമാനകാലം നോക്കിക്കേ, ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്നെങ്കിൽ ജീവനോടിരിക്കുമെന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? മരുഭൂമി ആവർത്തിക്കപ്പെട്ടേനെ. ഇസ്രായേൽ ജനം 40 വർഷം കനാനിലേക്ക് പോകുന്ന മരുഭൂമിയൊക്കെ നമ്മുടെ ലൈഫിനകത്ത് ആവർത്തിക്കപ്പെട്ടേനെ. പോകുന്ന വഴിക്ക്, നിൽക്കുന്ന വഴിക്ക് നമ്മൾ അവസാനിച്ചേനെ. അപ്പം വായിലിരിക്കുമ്പോൾ തന്നെ പിറുപിറുത്തവർ, ഇറച്ചി വായിലിരിക്കുമ്പോൾ തന്നെ ന്യായവിധി വന്നവർ, മരുഭൂമിക്കകത്ത് വീണ്ടു പോയവർ, എത്ര അനുഭവങ്ങൾ, ഇതൊക്കെ ലൈഫിനകത്ത് ഇന്നും ആവർത്തിച്ചേനെ. നമ്മളൊന്നും സർവൈവ് ചെയ്യത്തില്ല. പക്ഷെ ന്യായപ്രമാണം അവിടുന്ന് നിവർത്തിച്ച് നമുക്ക് കൃപ തന്നുകൊണ്ട് ഞാൻ പറയാം, എത്ര വട്ടം തെറ്റിപ്പോയിട്ടുണ്ട്. അന്നേരമെല്ലാം ആ കൃപയുടെ കീഴിൽ ഒന്ന് അഭയം പ്രാപിച്ച് അപ്പാ എന്ന് വിളിച്ചു പറഞ്ഞ് ഓടി വന്നപ്പോൾ ആ വീട്ടിൽ ഇപ്പോഴും നമുക്കൊരു സ്ഥാനം തന്ന് നമ്മെ ചേർത്ത് പിടിച്ച ഒരപ്പനെയാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. അപ്പൻ്റെ സ്നേഹം 100 പോയപ്പോൾ 99 വിട്ടിട്ട് 1 തേടിപ്പോയൊരപ്പന്. 10 പോയപ്പോൾ അതിൽ 1 തേടി പിടിച്ച സ്നേഹം വെളിപ്പെടുത്തിയതാ. ഇനി 2 പോയപ്പോൾ ആ ഒരെണ്ണം അവൻ വരുന്നത് വരെ സഫർ ചെയ്ത് കാത്തിരുന്ന ഒരപ്പനെയാണ് യേശുവോടെ വെളിപ്പെടുത്തിയത്. ശരിക്കും ആദ്യത്തെ 2 അപ്പുറത്തേക്ക് ആദ്യത്തേത് നോക്കിയാൽ ശരിക്കും ഇതിന് 2 സ്വയമായി മടങ്ങി വരാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ലാത്തതാ. പക്ഷേ മൂന്നാമത്തേതിൻ്റെ പ്രത്യേകത, അവന് സ്വയമായി മടങ്ങി അപ്പൻ അവനെ കാത്തിരിക്കുന്ന ഒരു രംഗം അവിടെയുണ്ട്. ശരിക്കും ഈ പോയവനേക്കാൾ സഫർ ചെയ്തത് ആ കേസ്. കാരണം ഇവൻ അപ്പൻ്റെ തലയെ അപമാനിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇവൻ അപ്പൻ്റെ തലയെ അപമാനിച്ചിറങ്ങിപ്പോയി. അപ്പൻ്റെ സ്വത്തവൻ നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ടൊരു മകൻ പോയൊരു സങ്കടമെന്ന് പറഞ്ഞ ഒരല്പം സങ്കടമൊന്നുമല്ല. അവൻ അടിച്ചു പൊളിക്കുമ്പം അവൻ്റെ അപ്പൻ അവനെ കാത്തിരുന്ന് ആ പൂമുഖത്തുണ്ട് എന്ന് പറഞ്ഞ കർത്താവോടെ വെളിപ്പെടുത്തിയത്, ഇങ്ങനൊരപ്പനാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. ജീവിതത്തിൻ്റെ എത്രയോ വഴികൾ ദൈവഹിതത്തിന് അപ്പുറത്തേക്ക് തകർത്ത് കളഞ്ഞ് ദൈവം തന്ന നല്ല ആത്മീക അനുഭവങ്ങളെ തകർത്ത് കളഞ്ഞ് തെറ്റിപ്പോയി. ഒന്നല്ല, എത്രയോ വട്ടം തെറ്റിപ്പോയിട്ടുണ്ട്, എത്രയോ വട്ടം പിന്മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ അന്നേരവും അപ്പാ എന്ന് മനസ്സ് തുറന്നു വിളിച്ച് യഥാർത്ഥ മാനസാന്തരത്തോടെ മടങ്ങി വന്നപ്പോൾ തിരിച്ചെടുത്ത ഒരപ്പനെയല്ല ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നത്. എന്നെ തിരിച്ചു ചേർത്ത ഒരപ്പനെയാണ് തിരുവെടുത്ത് പരിചയപ്പെടുത്തുന്നത്. എത്ര വട്ടം ഉടഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും എന്നെ ആ വീട്ടിലേക്ക് തിരിച്ച് കയറ്റിയ ഒരപ്പൻ, അതാ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞൊരു വീഴ്ചകൾ വരാഞ്ഞിട്ടല്ല, പക്ഷേ ആ വീഴ്ചകൾ, പാട്ടുകാരൻ പാടുന്ന ഒരു പാടും, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും
ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ച കൃപയോർത്താൽ ജീവിതത്തിൽ കർത്താവിനെ വിട്ട് എത്ര ദൂരം നമ്മൾ പോയതാ. പക്ഷെ നമ്മൾ എത്ര ദൂരം പോയപ്പോഴും അത്ര നേരം നമ്മെ കാത്തിരുന്ന ഒരപ്പനുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവിടുത്തെ കൃപയാണ് ഇന്ന് രാത്രി നമ്മുടെ ജീവനോ എന്ന് പറയുന്നത്. ആ കൃപ വ്യാപരിച്ചതാണ് ഇന്ന് രാത്രി നമ്മുടെ ജീവനം. കൃപയ്ക്ക് വെളിയിൽ ഇന്ന് രാത്രി നമുക്ക് സർവൈവൽ ഇല്ല. എനിക്ക് ലഭിച്ച സാമ്പത്തികം എൻ്റെ സർവൈവൽ അല്ല, എനിക്ക് ലഭിക്കുന്ന ആരോഗ്യം എൻ്റെ സർവൈവൽ അല്ല. ഇതെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്തൊക്കെ നിങ്ങളുടെ പരിമിതി വെളിപ്പെടുന്നതാണ് ഈ ഭൂമിയിലെ എല്ലാ സംഭവങ്ങളും. ഞാൻ എപ്പോഴും പറയും, ഒരു ഫോൺ ഉണ്ടെങ്കിൽ അലാറം വെക്കാം, പക്ഷെ നാളെ രാവിലെ ഈ അലാറം കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ചിന്തിക്കണം. ഈ ഫോണുണ്ടെങ്കിൽ അലാറം വെക്കാം, പക്ഷേ ഈ അലാറം വെക്കുന്ന ഒറ്റയാക്കും ഒരുറപ്പുമില്ല നാളെ രാവിലെ ഇത് ഞാൻ കേൾക്കുമെന്ന്. ദൈവം അനുവദിച്ചാൽ കേൾക്കും. ഞാൻ കൂട്ടിവെച്ച ധനങ്ങൾ മുഴുവൻ എനിക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് ഒരുറപ്പുമില്ല. കർത്താവ് പറഞ്ഞു, മൂടാ, ഈ രാത്രി നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പിന്നെ ഒരു നിമിഷമോ ഒരു മണിക്കൂറോ ഒരു വർഷം കൂടെ ഒക്കെ കിട്ടിയെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, കർത്താവിനോടൊപ്പം നടപ്പാൻ, എന്നിൽ തന്നെ രൂപാന്തരം വരുവാൻ ദൈവം എന്നോട് കൃപ കാണിച്ച ഒരു വർഷം കൂടെ, ഇയർ ഓഫ് ഗോഡ്സ് ഗ്രേസ്, കൃപയുടെ ഒരു വർഷം കൂടെ ദൈവം എനിക്ക് തന്നെങ്കിൽ ഇന്ന് രാത്രി ആ കൃപ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ടെസ്റ്റിമണി ആ കൃപ 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 എന്ന് പറയാൻ അകത്ത് ധൈര്യത്തോടെ കഴിയുന്നവർ, ആധരം തുറന്ന് പറയാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പറഞ്ഞു, എൻ്റെ ലൈഫിൻ്റെ എക്സിസ്റ്റൻസ് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഓൾ ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്, ഹിസ് അബൻഡന്റ് ഗ്രേസ്. കൃപയാണ് നമ്മുടെ സർവൈവൽ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടുന്ന് എന്താ നമുക്ക് തന്നത്? അവിടുത്തെ ആ ന്യായപ്രമാണത്തിന് കീഴിലല്ല, നമ്മൾ കൃപയുടെ കീഴിലുള്ളവരായി മാറി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൃപയുടെ കീഴിൽ വന്നു, പക്ഷെ നമ്മൾ കൃപയുടെ കീഴിൽ വന്നപ്പോഴും നമ്മുടെ ലോകം കൃപയുടെ കീഴിൽ വന്നിട്ടില്ല. നിങ്ങളാണ് ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തതാണ്, ലോകം എടുക്കപ്പെട്ടിട്ടില്ല, ലോകത്തിന് കൃപ വ്യാപരിച്ചിട്ടില്ല. ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ട നിങ്ങളുടെ മേലാണ് എന്തു വ്യാപരിച്ചത്? കൃപ വ്യാപരിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്ന ജോലിസ്ഥലവും, നിങ്ങൾ പോകുന്ന സ്കൂളും, നിങ്ങൾ പോകുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളും, നിങ്ങളുടെ ഹോസ്പിറ്റലുകളും, നിങ്ങൾ പോകുന്ന മുഴുവൻ മേഖലകളും ദ സെയിം പ്ലേസ്, പഴയ സ്ഥലം തന്നെ, ദ സെയിം ക്യാമ്പസ്, ദ സെയിം MNC, ഒരു മാറ്റവും അതിനകത്തില്ല. പഴയ ആൾക്കാർ, പഴയ ജീവിത രീതികൾ, പഴയ വർത്തമാനങ്ങൾ, ഒരു മാറ്റവും അതിന് വന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അകത്ത് എന്തു വന്നു? ഒരു മാറ്റം വന്നു, കൃപ നിങ്ങളിൽ വ്യാപരിക്കുന്നു. പക്ഷെ ആ ദേശത്ത് നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ദൈവം നമുക്ക് തന്നതാണ്. നമുക്ക് എന്തു തന്നു? ഗിവിംഗ് ദ ഹോളി സ്പിരിറ്റ് ടു ലീവ് വിത്തിൻ. ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നിട്ട് പറഞ്ഞു, ഈ ആത്മാവിനാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അതുകൊണ്ട് റോമർ 8:3 പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാൻ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിൽ പാപം നിമിത്തം ലോകത്തെ അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ എന്നെ നിയന്ത്രിച്ച ജഡത്തിനകത്തോട് ഇന്ന് എനിക്ക് ജയിക്കാൻ ദൈവം ഒന്ന് തന്നു. എൻ്റെ അകത്ത് ദൈവം അവിടുത്തെ ദിവ്യ ആത്മാവിനെ തന്നു. ഇന്ന് ഞാൻ ജയിക്കുന്നത് ജഡത്താലല്ല, ഇന്ന് ഞാൻ ജയിക്കുന്നത് അവിടുത്തെ ആത്മാവിനാലാ. എന്തിനകത്ത് പരിശുദ്ധാത്മാവിനെ തന്നത്? പരിശുദ്ധാത്മാവിനെ തന്നത് ജയിക്കാൻ വേണ്ടിയാ. എവിടെ ജയിക്കാൻ? എന്നെ തോൽപ്പിച്ചതിനെ ജയിക്കാൻ, ഞാൻ തോറ്റുപോയടത്ത് ജയിക്കാൻ, ഞാൻ പരാജയപ്പെട്ടതിനെ ജയിക്കാൻ, ഇന്നലെ ഞാൻ അടിമയാക്കപ്പെട്ടതിനെ ജയിക്കാൻ, ഇന്നലെ ഞാൻ എന്തിനോട് തോറ്റോ ആ തോറ്റതിനെ മുഴുവൻ തിരിച്ചു തോൽപ്പിക്കാൻ ദൈവം എൻ്റെ അകത്തൊരു അധികാരം തന്നിട്ടുണ്ട്. അത് സംഭവിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാ. എന്തിനാ ഈ പരിശുദ്ധാത്മാവിനെ അകത്ത് തന്നത്? നമുക്ക് ജയിക്കാൻ വേണ്ടിയാ. എൻ്റെ പ്രിയരെ, ഒരു കാര്യം ഉറപ്പാ, നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ബലഹീനതയുണ്ട്. നിങ്ങളുടെ ആ ഒരൊറ്റ ബലഹീനത മതി പിശാച് ചൂഷണം ചെയ്യും. ഷുഗർ ഉള്ളവരോട്, ഡയബറ്റീസ് ഉള്ളവരോട് ചോദിക്കണം, മധുരം ഇഷ്ടമാണ്? അവർ പറയും, ആകെ ഇഷ്ടമുണ്ടേ മധുരമേ ഉള്ളൂ, പക്ഷേ സാഹചര്യം കൊണ്ട് എന്തിനു പറ്റുന്നില്ല, മധുരം കഴിക്കാൻ പറ്റുന്നില്ല. ഈ ഡയറ്റ് ചെയ്യുന്നവർ ചില സമയത്ത് പറയും, നാളെ തൊട്ട് ഷുഗർ കട്ടാന്ന് പറയും. ഷുഗർ കട്ട്, നാളെ തൊട്ട് മധുരം കഴിക്കത്തില്ല. പക്ഷെ നാളെ തന്നെ നല്ലൊരു പായസം കിട്ടും. അന്നേരം പറയും, എന്നാൽ പായസം കൂടെ കുടിച്ചിട്ട് അടുത്ത ദിവസം തൊട്ട് ഷുഗർ കട്ട് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേക്കറിയിൽ നിന്ന് ആരോ ഒരു 10 ലഡു കൊണ്ട് കൊടുത്തത്. 2 ലഡു അന്നേരം തന്നെ എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു, നാളെ തൊട്ട് ഷുഗർ കട്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് നാളെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ നല്ല ആഗ്രപ്പട കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രപ്പട 2 എണ്ണം കഴിച്ചിട്ട് പറഞ്ഞു, നാളെ തൊട്ട് ഷുഗർ കട്ടാന്ന് പറഞ്ഞു. 3 സാധനവാ. ഇത് 3 സാധനവാ. 1 പായസമാ, 2 ലഡുവാ, 3 ആഗ്രപ്പടയാ. പക്ഷേ ഈ എഫക്റ്റ് സെയിമാ.
എഫക്റ്റ് സെയിമാ. ഇത് ശരീരത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ സെയിമാ. ഷുഗറിന് വരുത്തിയ വേരിയേഷൻ സെയിമാ. ഞാൻ പറഞ്ഞത് സംഭവം വെറൈറ്റിയാണ്, പക്ഷേ അത് വരുത്തിയ എഫക്റ്റ് സെയിമാ. നമ്മുടെ ബലഹീനത എന്തോ അതിൻ്റെ 10 വെറൈറ്റി നമ്മുടെ മുമ്പിൽ ഒരുക്കി വെക്കുന്നതാണ് പിശാചിൻ്റെ ചതി. നമ്മൾ ഏതിനകത്താണോ വീഴുന്നത് അതിൻ്റെ 10 വെറൈറ്റി ഒന്നുപോലെ തരത്തില്ല, ഒന്നും ഒരുപോലെ തരത്തില്ല. നമുക്കിഷ്ടപ്പെടുന്ന ഫ്ലേവറിൽ 10 വിധത്തിൽ നമ്മുടെ മുമ്പിൽ തരും. പക്ഷെ 10 വിധത്തിൽ അവൻ മുമ്പിൽ ഒരുക്കിയാലും അതിനെ ജയിക്കാൻ എനിക്ക് കഴിയുന്നത് എൻ്റെ കരുത്തിലല്ല, എനിക്ക് കഴിയുന്നത് ഒന്നിൽ മാത്രം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കഴിയുമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഈ ആത്മാവിനെ നമുക്ക് എന്തിനാ തന്നത്? നമ്മൾ എവിടെ തോറ്റോ ആ തോറ്റെടുത്ത് നമ്മൾ ജയിക്കും. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ഷുഗർ അവർക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നമ്മളൊരു വിവാഹത്തിന് ചെല്ലുമ്പം ആരാണ് ഡെസേർട്ട് കൗണ്ടറിന് മുമ്പിൽ പോകാത്തത്? എല്ലാവരും പോവും ഡയബറ്റീസ് കഴിക്കുന്നത്. എൻ്റെ പിതാവിന് ഡയബറ്റീസ് ഉള്ള ആളാണ്. സാധാരണ ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് വന്ന് ഈ മുട്ടായി കൊണ്ട് കൊടുക്കുമ്പം ഡയബറ്റീസ് ഇല്ലാത്ത എൻ്റെ അമ്മ 2 എണ്ണം കഴിക്കും, ഡയബറ്റീസ് ഉള്ള എൻ്റെ അപ്പൻ 8 എണ്ണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പറയും ഒരു 2 പോയിൻ്റ് കൂടുതൽ എടുത്തോളാം എന്ന് പറയും. ഇൻസുലിൻ 2 പോയിൻ്റ് കൂടുതൽ എടുത്തോളാം. മധുരം മടുത്തിട്ടില്ല, ഇപ്പോഴും മടുത്തിട്ടില്ല. ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മേനോട് പറയണോടാ, നീ കൊണ്ടുവന്ന മുട്ടായി മുഴുവൻ ഈ അപ്പൻ ഇരുന്ന് കഴിച്ചെന്ന് പറയും. എന്നിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് അന്ന് പറയടാ എൻ്റെ ഷുഗർ ഇട്ട് കൂടിയിട്ടില്ല. കാരണം 20 പോയിൻ്റ് എടുക്കുന്നത് അടുത്ത ദിവസം 23 പോയിൻ്റ് എടുക്കും. എന്നിട്ട് കൃത്യമായിട്ട് ആൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ? മടുത്തിട്ടില്ല, മധുരം മടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ആസ്വദിച്ചത് പലത് നമ്മുടെ ജീവിതത്തിനകത്തില്ലായിരുന്നോ? ഇന്നലകളിൽ പാപത്തിനകത്ത് ലോകത്തിനകത്ത് സഞ്ചരിച്ച ഇന്നലെയുടെ കാലത്തിൽ നമ്മൾ ആസ്വദിച്ചത്, നമ്മൾ രസിച്ചത്, നമ്മൾ വല്ലാതെ അനുഭവിച്ചത്, നമ്മളെ ത്രസിപ്പിച്ചത്, നമ്മൾ ചാകാൻ നടന്നതൊക്കെ പലതും ഇല്ലായിരുന്നോ? പക്ഷെ ഇന്നിത് പലതും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അറപ്പായിട്ട് തോന്നുക. ഇതിന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന നമുക്ക് അറപ്പോടും വെറുപ്പോടും അത് കാണുന്നത് എന്താ? ഇന്നലെ ആസ്വദിച്ചതിനെ ഒറ്റ നിമിഷം കൊണ്ട് അറപ്പും വെറുപ്പുമായി തീർന്നതിൻ്റെ കാര്യം ക്രൂശിൻ്റെ വിപ്ലവം അകത്തു കയറിയോണ്ടാണ്. ക്രൂശിൻ്റെ സ്നേഹം അകത്ത് കയറി അവിടുത്തെ ആത്മാവിനെ നമ്മുടെ അകത്തു തന്നപ്പോൾ ഇന്നലെ ആസ്വദിച്ചത് ഇന്ന് നമുക്ക് വെറുപ്പോടെ തോന്നുന്നെങ്കിൽ ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി. നമ്മൾ ആസ്വദിച്ച, നമ്മളെ തോൽപ്പിച്ച, നമ്മൾ പരാജയപ്പെട്ട സകലത്തിൻ്റെ മേലും ഇന്ന് രാത്രി തിരിച്ചടിച്ച് ജയിക്കാൻ നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവിനാൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മബലം ഏറ്റെടുത്തിട്ട് പറ, എന്നെ തോൽപ്പിക്കുന്ന, എന്നെ തകർക്കുന്ന, എന്നെ കീഴടക്കുന്ന സകലത്തിൻ്റെ മേലും അതിനെ തിരിച്ചടക്കി കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അതിന്മേൽ ജയമെടുക്കാൻ എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഈ ആത്മാവിന് സകലത്തിൻ്റെ മേലും എനിക്ക് ജയമുണ്ട്. ഇനിയും ആത്മാവിനെ ലഭിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചത് പ്രോമിസ് ഓഫ് ഹെൽപ്പ് ഇൻ ഓൾ അഫ്ലിക്ഷൻ. ഈ ആത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി പറയാം. നിങ്ങൾ അഫക്റ്റ് ആകപ്പെടുന്ന എല്ലാത്തിൻ്റെ മേലും ഈ ആത്മാവ് നിങ്ങൾക്കൊരു അഷുറൻസ് തരും, ഒരു ഉറപ്പ് നൽകും. നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഒരു ആത്മാവിനെയാണ് ദൈവം നമ്മുടെ അകത്ത് തന്നത്. നിങ്ങളുടെ ബലഹീനത, നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ തകർച്ചകൾ, നിങ്ങൾക്ക് വന്നുപോയ പാകപ്പിഴകൾ, അതിൻ്റെ തോതുകൾ, മനുഷ്യനെ നിങ്ങൾ നോക്ക്, തകർച്ചകളെ ആഘോഷിക്കും അവൻ. ഒരിക്കലും തകർച്ച വരുന്ന ഒരുവനെ ചേർത്ത് പിടിക്കുന്ന ലോകമല്ല, തകർച്ച ആഘോഷിക്കുന്ന ലോകമാണ്. കാരണം ഒരുവൻ തകർന്നാലേ അവൻ്റെ പുറത്ത് മറ്റൊരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തകർച്ചകളെ ആഘോഷിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുവൻ തകർന്നാൽ അടുത്തൊരാൾ അതിൻ്റെ മുകളിലേക്ക് വരും, തകർച്ച ആഘോഷിക്കും, സ്പ്രെഡ് ചെയ്യും. പക്ഷേ തകർച്ച സ്പ്രെഡ് ചെയ്യുന്നതല്ല നമ്മുടെ കർത്താവ്. ഒരുവൻ്റെ അകത്ത് തകർച്ച വന്നാൽ ആ തകർച്ചക്കകത്തുനിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ അവിടുത്തെ ദിവ്യാത്മാവ് അവന് നൽകുന്ന ബോധ്യത്താൽ അവൻ തൻ്റെ കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കുമ്പോൾ അവനെ മടക്കിക്കൊണ്ടുവന്ന് അവൻ്റെ എല്ലാ തകർച്ചകളിലും അവന് തുണ നിൽക്കുന്ന ഒരു ആത്മാവിനെ ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ തകർന്നു പോയവർ, വീണു പോയവർ, ഉടഞ്ഞു പോയവർ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്. എല്ലാ ബലഹീനതയ്ക്കും തുണ നിൽക്കുന്ന ഒരു ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി ഞാൻ ഏറ്റവും പ്രധാനമായി 2 കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പെന്നറിയുമോ? അഷുറൻസ് ഓഫ് സ്റ്റാൻഡിങ് ഇൻ ഗോഡ്സ് ഇലക്ഷൻ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്ത് ഞാൻ ഉറപ്പാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നത് അവിടുത്തെ കരുണയാണ്. അതുകൊണ്ട് റോമലേഖനം 8-28 വാക്യത്തിലൊക്കെ നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. പക്ഷേ ആ പദം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ്. പക്ഷേ എനിക്കതിനകത്ത് ഫോക്കസ് ചെയ്ത് പറയാനുള്ളത് ദൈവത്തെ സ്നേഹിക്കുന്ന, അതും കൂടെ നിർത്തുക. 2, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഇനി അതിൻ്റെ തൊട്ടടുത്ത വേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ മുൻ നിർണയം, ദൈവത്തിൻ്റെ മുൻ നിയമനം,
ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അടുത്തത് സംഭവിച്ചത്. ദൈവം നമ്മെ മുൻ നിയമിച്ചത് കൊണ്ട്, ദൈവം നമ്മെ മുൻ നിർണയിച്ചത് കൊണ്ട്, ദൈവം നമ്മെ നിർണയപ്രകാരം വിളിച്ചത് കൊണ്ട്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട്. നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് ഞാൻ പറയട്ടെ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സംഭവിക്കുന്ന പലതിനോടും എണ്ണിച്ചോദിച്ചാൽ ഇത് നന്മയാണോ? വർത്തമാനകാലത്തിൽ നമുക്ക് തോന്നും ഇത് നന്മയല്ല, ഈ വന്നത് എൻ്റെ തകർച്ചയാ. എന്തുകൊണ്ട് ഇത് വന്നു? വൈ എന്ന ചോദ്യമില്ലാത്ത ഒറ്റയാളും ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. വൈ എന്ന ചോദ്യം വരാത്ത, എന്തുകൊണ്ടെന്ന ചോദ്യം വരാത്ത ഒറ്റയാളും ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് വർത്തമാനകാലത്ത് പലതിനും എനിക്ക് മറുപടിയില്ല. പക്ഷെ നിങ്ങളോട് ഞാനൊരു പ്രോമിസ് പറയാം, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങളൊരു 10 വർഷം പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആ 10 വർഷം മുമ്പേ എൻ്റെ ലൈഫിനകത്ത് വന്ന പലതും എൻ്റെ തകർച്ചയെന്ന് ഞാൻ ചിന്തിച്ചത്, എൻ്റെ ചുറ്റുപാട് പറഞ്ഞത്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അത് തകർച്ചയല്ലായിരുന്നു, അത് ഉടഞ്ഞു പോയതല്ല, അതും എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റിയെങ്കിൽ ദൈവത്തിൻ്റെ ആ പ്രോമിസിനെ, ആ ഉറപ്പിനെ അകത്ത് അനുഭവിക്കുന്നവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, അനുഭവിച്ചവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ അല്പനിമിഷങ്ങൾ ആ ദൈവ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, എൻ്റെ ദൈവം എന്നെ വിളിച്ച ദൈവിക വിളിക്കകത്ത്, നിർണയപ്രകാരമുള്ള തിരഞ്ഞെടുപ്പിനകത്ത് അല്പമല്ല സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാണെന്ന് ബോധ്യമുള്ളവർ ധൈര്യത്തോടെ ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പിനകത്ത് ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണ്. ഇനിയുമല്ല, മരണം വരെ നമുക്ക് കിട്ടുന്ന ഉറപ്പ്. ഇനി ഇവിടൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ നമുക്ക് പ്രതികൂലമായി വന്നാലും ഒരു കാര്യത്തിൽ നമുക്ക് അഷൂറൻസ് ഉണ്ട്, നമ്മുടെ കർത്താവിന് ഒരു മാറ്റവുമില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ് എന്നോട് പറഞ്ഞത്, അവിടുത്തെ വഴികൾ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പ്രതികൂലമായി വരുന്ന മുഴുവനെയും ഇന്ന് രാത്രി ഞാൻ അതിന്മേൽ ജയമെടുത്തിട്ട് പറയും, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ഉയർച്ചകൾ താഴ്ചകൾ വന്നിട്ട് കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, നഗ്നത, ഇപ്പോഴുള്ളത് വരുവാനുള്ളത്, ഉയരത്തിന് ആഴത്തിന്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക് ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ പിന്മാറ്റാൻ കഴിഞ്ഞില്ല. താൻ എന്നിട്ടൊരു ജയം പറഞ്ഞു, നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം. ഇതിലൊക്കെയും എത്ര പേർക്ക് ഇന്ന് രാത്രി ധൈര്യത്തോടെ ആമേൻ പറഞ്ഞ് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നുണ്ട്? നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം. നമുക്ക് സകലത്തിന് മേലും ജയം തരുന്നൊരു ദൈവമുണ്ട്. ഇനി ഒരു റിയാലിറ്റിയും കൂടെ പറയാം. ഈ സഹായം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ 18 കാര്യമൊന്നും വേണ്ട, ഒറ്റ കാര്യത്തിനകത്ത് നമ്മൾ വീണുപോകും. കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, നഗ്നത, ഇപ്പോൾ ഉള്ളത്, വരുവാനുള്ളത്, ഉയരത്തിന് ആഴത്തിന്, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇത്രയൊന്നും വേണ്ട പ്രിയരെ, ഇത്രയൊന്നും വേണ്ട. ഇതിൽ ഒരെണ്ണം മതി ഞാനെന്ന വ്യക്തി വീണു പോകാൻ. കാരണം ഇത് പലതും എന്നെ ഫിസിക്കലി ബാധിച്ചത്, എന്നെ മെൻ്റലി ബാധിച്ചത്, എന്നെ ഇമോഷണലി ബാധിച്ചത്, എന്നെ സാമ്പത്തികമായി ബാധിച്ചത് പലതുമായി. ഇത് പലതും എൻ്റെ ഡിഗ്നിറ്റിയെ, നഗ്നതയൊക്കെ എൻ്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്തതാണ്. ഇത്രയൊക്കെ വരുമ്പം എൻ്റെ പ്രിയരെ പിടിച്ചു നിൽക്കാൻ എളുപ്പമാണോ? ഞാനെന്ന വ്യക്തിക്ക് കഴിയത്തില്ല, പക്ഷെ എനിക്ക് കഴിയും. എൻ്റെ ദൈവം എനിക്ക് തന്ന അവിടുത്തെ പ്രോമിസിന്, അവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഉറപ്പിനാൽ ഇതല്ല, ഇനി വർത്തമാനകാലത്ത് എന്തൊക്കെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇളകിപ്പോകാതെ എന്നെ നിർത്തുന്ന ആ ദൈവകരത്തിന്റെ വലിപ്പം അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ഇന്ന് രാത്രി അക്കാരങ്ങളൊന്നും അടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് ധൈര്യത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, വരട്ടെ സാഹചര്യങ്ങൾ മുഴുവൻ എനിക്ക് സമ്മർദ്ദമായി എഴുന്നേറ്റ് വന്നാലും അതിനെ നോക്കി ഞാൻ ആത്മാവിൽ ആമേൻ പറയും. യേശു ക്രിസ്തു മുഖാന്തരം അതിന്റെ മേൽ എനിക്ക് ജയം തന്ന. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതാണ് അവിടുന്ന് നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. നീതീകരിച്ച ദൈവത്തിൻ്റെ കരുണ, എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ കരുണ, എന്നെ മക്കളാക്കിയ ദൈവത്തിൻ്റെ കരുണ, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കകത്തേക്ക് എന്നെ ആക്കിയ ദൈവത്തിൻ്റെ കരുണ, അവിടുത്തെ ദിവ്യ പദ്ധതിയുടെ ഭാഗമാക്കി തീർത്ത ദൈവത്തിൻ്റെ കരുണ, ആ തേജസ് എനിക്ക് തന്ന ദൈവത്തിൻ്റെ കരുണ, അവിടുത്തെ ആത്മാവിനെ എൻ്റെ അകത്ത് തന്ന ദൈവത്തിൻ്റെ കരുണ, എല്ലാ കഷ്ടതയിലും ഉറപ്പ് തന്ന ദൈവത്തിൻ്റെ കരുണ, എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പിൻപിലുള്ള അഷുറൻസ് തന്ന ദൈവത്തിൻ്റെ കരുണ. ഇനി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കരുണ എന്തെന്നറിയുമോ? നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് ഇപ്പോഴേ നമ്മുടെ അകത്ത് ഉറപ്പ് തന്നതാ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. നാളെ നമുക്ക് എന്ത് സംഭവിക്കും, നാളെ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും, ഇന്ന് ശരീരത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർമാർ പറഞ്ഞോളും എന്ത് സംഭവിക്കും. അല്ല, നമ്മുടെ ശരീരത്തിന് തന്നെ അറിയാം എന്ത് സംഭവിക്കുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ച കുറയും, കാതിൻ്റെ അതിൻ്റെ ആ കേൾവി ശക്തി കുറയും, ആ തൊക്കുകൾ ചുളുക
രോഗപ്പെടും, മുഖത്തിൻ്റെ സൗന്ദര്യം കുറയപ്പെടും, കാലിൻ്റെ പ്രവൃത്തി വേഗം കുറയും, കൈയുടെ ഗതി വേഗം കുറയും. ഇതൊക്കെ ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് നാളത്തേക്കൊരു ഉറപ്പുണ്ട്. ഇന്ന് സംഭവിക്കുന്ന ഇതൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് നാളത്തെയൊരു ഉറപ്പുണ്ട്. അവിടുന്ന് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്ത്. നശ്വരമായ താഴ്ചയുള്ള ആ ദ്രവത്വമുള്ള രോഗമുള്ള എൻ്റെ ഈ ശരീരം ഇനി ഒരു ദിവസം വരുന്നുണ്ട്. ദ്രവത്വത്തിൻ്റെ മാറാപ്പുകളെ ഞാൻ തട്ടിത്തെറിപ്പിച്ചിട്ട് എൻ്റെ അരുമനാഥൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ ഇവിടെ താഴ്ചയുള്ള ഭൂമിയിൽ നിന്ന് ആത്മാവിനെ ഞാൻ പറന്നുയർന്ന് അവിടുത്തെ തേജസ്സിൻ്റെ ശരീരത്തോട് ഞാൻ അനുരൂപമാകുമെന്ന് ഇന്ന് രാത്രി പ്രത്യാശയുള്ളവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് 40 നിമിഷങ്ങൾ ആത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ. ഈ താഴ്ചയുള്ള ലോകത്തിന് എൻ്റെ ദൈവം തന്ന പ്രത്യാശയുടെ ഉറപ്പ് കരമടിച്ച ദൈവത്തിന് 40 നിമിഷങ്ങൾ ആത്മാവിൽ നന്ദി പറഞ്ഞിട്ട് പറ. ദ്രവത്വത്തിന്റെ മാറാപ്പുകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് വിശുദ്ധ സന്തതികൾ ഉയർത്തുവന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഓ ജീസസ്. നാളെ എന്തു സംഭവിക്കുമെന്ന് ഇന്നേ നമ്മുടെ അകത്ത് ഉറപ്പുണ്ട്. നാളെ എന്തു സംഭവിക്കുന്ന ഉറപ്പാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. ഇതില്ലാത്തൊരു നിരീക്ഷകർ ഞാൻ സാധാരണ പറയുന്നത് ഷോപ്പർഹോവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ ഒരായുസ് മുഴുവൻ ഓടി നടന്ന് ഈ ദൈവാസ്തിക്യത്തിന് നേരെ സംസാരിച്ചവനാ. പക്ഷേ അവസാനം ബോൺ ക്യാൻസർ ഈ മനുഷ്യനെ ബാധിച്ചു. ബോൺ ക്യാൻസർ ബാധിച്ച് അവസാനം ഹൈ മോർഫിനുകൾ കൊടുത്തിട്ടും ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വേദന കുറയുന്നില്ല. ഈ മനുഷ്യൻ തൻ്റെ അവസാന നിമിഷം വല്ലാതെ പുളയുമ്പോൾ അറിയാതെ 2-3 പ്രാവശ്യം ഈ മനുഷ്യൻ വിളിച്ചൊരു പദമുണ്ട്, മൈ ഗോഡ്, മൈ ഗോഡ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഈ മനുഷ്യൻ്റെ കൂടെ ഒരു ആയുസ് മുഴുവൻ നടന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഏയ് താങ്കൾ ഒരു ആയുസ് മുഴുവൻ ഈ ദൈവം ഇല്ലെന്നല്ലേ പറഞ്ഞത്? അവൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും പറഞ്ഞതല്ല, വേദനയുടെ കാഠിന്യത്തിൽ അറിയാതെപ്പോഴോ എൻ്റെ വായിൽ നിന്ന് വന്നതാ. പക്ഷെ ഒറ്റക്കാര്യം ഞാൻ മനസ്സിലാക്കി, ഈ അറിയാതാണെങ്കിലും ആ ദൈവമേ എന്നൊരു പദം എൻ്റെ മനസ്സിൽ അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെ ഒരു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് അവിടെ കിടന്നത് ദൈവമേ എന്നൊരു പദം ഞാൻ പറഞ്ഞപ്പം ഞാൻ അറിയാത്തൊരു സമാധാനം എൻ്റെ അകത്ത് ഇറങ്ങി വരുന്നത് ഞാൻ അനുഭവിച്ചെന്ന്. ഒരായുസ് മുഴുവൻ ദൈവമില്ലെന്ന് പറഞ്ഞു നടന്നവൻ അറിയാതെയാണെങ്കിലും ദൈവമെന്ന് വിളിച്ചപ്പോൾ അവൻ്റെ അകത്തൊരു സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ നാളെ എന്തു നടക്കുമെന്ന്, നാളത്തെ ഈ ലോകത്തിൻ്റെ ഭാവി എന്തെന്ന്, നാളെ എൻ്റെ അവസാനം എന്തെന്ന് ഇത് ബോധ്യമാകത്തുള്ളൊരു ദൈവ പൈതൽ അറിഞ്ഞുകൊണ്ട് അപ്പനെ വിളിക്കുമ്പോൾ അവർക്കകത്ത് അനുഭവിക്കാൻ പറ്റുന്ന ആ ഉറപ്പിൻ്റെ വലിപ്പം എത്ര. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുകയാണ്. ഇന്ന് രാത്രി നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം അത് ലഭിക്കാൻ ഹേതുവാകുന്നെങ്കിൽ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി 40 നിമിഷങ്ങൾ ദൈവത്തിന് ധൈര്യത്തോടെ മഹത്വം കൊടുത്തിട്ട് പറ. ഇവിടെയുള്ള ദ്രവത്വത്തിന്റെ സകല ശക്തികളുടെ മേലും എനിക്ക് ജയം തന്ന എന്നെ ഉയർത്തുന്ന ഒരു ദൈവകരമുണ്ട്. അത് യേശുവിന്റെ നാമത്താൽ 40 നിമിഷങ്ങൾ ആത്മാവിൽ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. ഈ അന്തരീക്ഷത്തിന്മേൽ ഇന്ന് രാത്രി അസാധാരണമായ ദൈവകരം ചലിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് നിയന്ത്രണം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം, ദൈവകരത്തിന്റെ വ്യാപാരം ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വചനം പങ്കുവെച്ചത് മൂലം ഇതിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, ഈ വചനത്തിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി വചനത്തിന്റെ അത്ഭുതങ്ങൾ ഈ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുക. ഞാൻ വിശ്വസിക്കുന്ന അതുമൂലം സൗഖ്യങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. അതുമൂലം സ്വാതന്ത്ര്യങ്ങൾ വെളിപ്പെടട്ടെ. പൈശാചിക ആയുധങ്ങൾ ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ മേൽ നിരായുധമായി മാറട്ടെ. കാൽവറിയുടെ ജലം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് യേശുവിന്റെ ജയം ഇന്ന് രാത്രി കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അധികാരത്തോടെ ദൈവം എനിക്ക് തന്ന നിയോഗത്തോടെ ഇന്ന് രാത്രി ഞാൻ ജനത്തിന് കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ ജനത്തിന് വെളിപ്പെടട്ടെ. സ്വാതന്ത്ര്യമായി, സൗഖ്യമായി, അധികാരമായി, വിടുതലായി സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മനിറവിൽ ദൈവത്തിന് മഹത്വം തുടങ്ങുക. ഈ അന്തരീക്ഷത്തിന്മേൽ അസാധാരണമായ ദൈവകരം വ്യാപരിക്കുക. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് രോഗികൾ സൗഖ്യമാകുന്നു. നിരാശക്കകത്ത്, ഡിപ്രഷനകത്ത് കിടക്കുന്ന ചില സ്പിരിറ്റുകളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ജയം വ്യാപരിക്കുക. കാൽവറിയുടെ ജയം നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, കാൽവറിയുടെ ജയം നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ അധികാരത്തോടെ ഈ ഗ്രൗണ്ടിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുക.
ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് രാത്രി മാനിൽ അത് വെളിപ്പെടുക. വിശ്വസിച്ച് അനുഭവിക്കുന്നവർ ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില മേഖലകളെ ആത്മാവിൽ തുറന്നു വിടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഗായക സംഘം ചേർന്ന് പാടാൻ പോവാ. ഞാൻ അതിനു മുമ്പേ ദൈവം എനിക്ക് തരുന്ന ആത്മീക നിയോഗത്താൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഇന്ന് രാത്രി ഞാൻ ആ കരുണയ്ക്ക് വെളിയില. പക്ഷെ ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു, അങ്ങക്ക് എൻ്റെ മുമ്പിൽ വിശാലമായ സാധ്യതകളുണ്ട്, വിശാലമായ സാധ്യതകളുണ്ട്. ഈ ദൈവത്തിന്റെ കരം തൊടും. ആൻറ്റി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് കൊടുത്തു. കർത്താവിന്റെ വിശാലമായ സാധ്യതകൾ എൻ്റെ ലൈഫിനകത്തുണ്ട്. സ്വർഗം എന്നെ തുറണമെന്ന് ഇന്ന് രാത്രി കൊതിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിനകത്ത് ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി പിടിച്ചോ. നിങ്ങൾ രോഗിയാകാം, നിങ്ങൾ മാനസികമായി തകർന്നൊരു വ്യക്തിയാകാം. ഇന്ന് രാത്രി എനിക്കൊരു സൗഖ്യം വേണം, യേശുവിന്റെ കരം എന്നെ തുറണം. ആ ദൈവിക കരുണ എൻ്റെ ലൈഫിനകത്ത് പുത്തൻ തുറവി നൽകുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ആ കരം ഉയർത്തി പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. അധികാരത്തോടെ ദൈവത്തിന്റെ ഹീലിംഗ് നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടും. ഞങ്ങളുടെ കർത്താവേ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഈ ജനത്തിനു വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫുകളിൽ ദൈവകരം ഇറങ്ങി ചലിക്കട്ടെ. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ. നിരാശയിലൂടെ കടന്നു പോകുന്നവർ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ചില കുടുംബങ്ങൾ ഇതുവരെ കാണാത്ത ദൈവ കരുണയുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നതിനുള്ള സ്തോത്രം. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക സ്വാതന്ത്ര്യങ്ങൾ പാടരപ്പെടുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.